ഇന്ന് പപ്പായ കൃഷിയിൽ തന്നെ ഏറ്റവും പ്രചാരമുള്ള റെഡ് ലേഡി വെറൈറ്റീനെ കുറിച്ചും അതിൻ്റെ ശാസ്ത്രീയ കൃഷിരീതികളെക്കുറിച്ചും രോഗബാധകളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ഉൾപ്പെടുത്തുന്നതാണ് ഈയൊരു സെഷൻ. ഈയൊരു സെഷനിൽ കണ്ടക്ട് ചെയ്യാൻ നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് കാർഷിക മേഖലയിൽ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മുൻ ഡീനും ഡയറക്ടർ ഓഫ് റിസർച്ച് അഗ്രി സയൻറ്റിസ്റ്റ് കൂടിയായ ഡോക്ടർ സി നാരായണൻകുട്ടി സാറാണ്. ഈ ഒരു സെഷനിലേക്ക് ഡോക്ടർ സി നാരായണൻകുട്ടി സാറിനെ സ്വാഗതം ചെയ്യുന്നു. സബ്ജക്റ്റ് ഇന്ന് ഇവിടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ പപ്പായ പ്രൊഡക്ഷൻ ടെക്നോളജിയാണ്. അപ്പോൾ പപ്പായ നമുക്കറിയാം കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ കൃഷി ചെയ്തു വരുന്ന ഒരു ഫലവൃക്ഷമാണ്, പല വിളയാണ് പപ്പായ. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് പപ്പായയുടെ താല്പര്യം വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതിൽ പ്രധാന കാരണം അതിൽ ഇന്ന് ഇറങ്ങിയിട്ടുള്ള പല ഇനങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട. ഇപ്പൊ ഇവിടെ റെഡ് ലേഡിയെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ പണ്ട് പപ്പായ നമുക്കറിയാം, പപ്പായ നമ്മൾ ഇത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം പോലും ഇരിക്കില്ല, പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കലങ്ങി പോകും. അപ്പൊ ഇതൊരു വിപണനം ചെയ്യൽ ഒരു വലിയ പ്രശ്നമായിരുന്നു. അപ്പൊ ഇപ്പോ ഇറങ്ങിയിട്ടുള്ള ഈ റെഡ് ലേഡി പോലെയുള്ള വെറൈറ്റീസിൽ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴുത്താലും നമുക്ക് ഇതിന് നല്ല കീപ്പിംഗ് ക്വാളിറ്റി വെറൈറ്റി വന്നതിന് ശേഷം പപ്പായ കൃഷി കുറച്ചുകൂടി വ്യാപകമായിട്ട് കേരളത്തിൽ വന്നിട്ടുള്ളത്. അപ്പോ പപ്പായയെ കുറിച്ച് ഒരു പ്രത്യേക ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പായ നമ്മുടെ ഉഷ്ണമേഖല പ്രദേശങ്ങളിലെ ഒരു വിളയാണ് പപ്പായ. രണ്ടാമത്തെ ഒരു പ്രത്യേകത പപ്പായയുടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഹൈ ന്യൂട്രിറ്റീവ് വാല്യൂ, അതായത് പോഷകഗുണ സമ്പന്നമായിട്ടുള്ള ഒരു ഫലവൃക്ഷമാണ് പപ്പായ. പിന്നെ വേറൊരു പ്രത്യേകത ഈ ഫലവൃക്ഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ പപ്പായ എന്ന് പറയുന്ന കറ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ കർണാടകയിൽ ആന്ധ്രയിലൊക്കെ ഇതിന്റെ കറ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതും ഒരു ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ആണ്. ഇത് എൻസൈമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പ്രോട്ടിയോളിറ്റിക് എൻസൈമാണ് അത്. അത് കൂടാതെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഫലവൃക്ഷങ്ങൾ പലതും. ഇപ്പൊ മാവ് ഒരു സീസണിലെ നമുക്ക് മാങ്ങയുണ്ടാവുള്ളൂ ഒരു കൊല്ലം, പിന്നെ അടുത്ത കൊല്ലം ആ സീസൺ മാങ്ങയുണ്ടാവും. പപ്പായ അങ്ങനെയില്ല, നമുക്ക് ത്രൂ ഔട്ട് ദി ഇയർ അത് പൂക്കുകയും കാഴ്ചയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഫലവൃക്ഷങ്ങളിൽ അപൂർവം ചില ഫലവൃക്ഷങ്ങളിൽ ഒന്നാണ് പപ്പായ. അപ്പൊ അതുകൊണ്ട് കർഷകന് എല്ലാ സമയത്തും അതിന്റെ ഉൽപാദനം ലഭിക്കും. അതിൽ നിന്നുള്ള അത് ഇപ്പൊ വിപണനം ചെയ്യുന്ന ആളാണെങ്കിൽ അതിൽ നിന്നുള്ള ഒരു വരുമാനം സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിളയാണ് പപ്പായ. പിന്നെ വേറൊരു പ്രത്യേകത ഇതിന്റെ ഉൽപാദനം തന്നെ വലിയ മറ്റു ഫലവൃക്ഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് കൂടിയ ഉൽപാദനം തരുന്ന ഒരു വിളയും കൂടിയാണ്. അപ്പൊ പപ്പായ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ പപ്പായനെ എക്സ്ട്രാക്ട് ചെയ്യാനും അത് മാത്രമല്ല അതൊരു ടേബിൾ ഫ്രൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പ്രോസസ്ഡ് പ്രോഡക്ട്സ് കണ്ടാവാനും ഇപ്പൊ പപ്പായയുടെ വരുന്നുണ്ട്, ജാമ്, സിറപ്പ് മുതലായവ. അപ്പൊ അത് നമുക്ക് ഏതൊക്കെ പ്രോഡക്ട്സ് ഉണ്ടെന്നുള്ള അവസാനം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇതിന്റെ പ്രധാനപ്പെട്ട പോഷക ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും നല്ലൊരു സോഴ്സാണ് വിറ്റാമിൻ സിയുടെ. അപ്പൊ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഒരു 150 ഗ്രാം പപ്പായ കഴിച്ചാൽ ഒരാൾക്ക് വേണ്ട വിറ്റാമിൻ സി ആയി എന്നാണ് പറയുന്നത്. അത്രയും വിറ്റാമിൻ സി കണ്ടന്റ് ഉള്ള, അതുപോലെ തന്നെ വിറ്റാമിൻ എയും കാരോട്ടിൻ, പിന്നെ കാൽസ്യം, ഫോസ്ഫറസ്, അയൺ മുതലായ മിനറൽസും അടങ്ങിയിട്ടുള്ള ഒരു വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ. പിന്നെ നിങ്ങൾക്കറിയാം പല അസുഖങ്ങളുള്ള ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് പപ്പായ. നമ്മുടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ പപ്പായ കൃഷി ഉള്ള ഒരു രാജ്യമാണ്. അതായത് ഏറ്റവും അധികം ഉൽപാദനം ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൽ തന്നെ ഇന്ത്യയിൽ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ സൗത്ത് സ്റ്റേറ്റ്സും ആണ് കൂടുതലായിട്ടും പപ്പായ കൃഷിയിൽ ഉള്ളത്. അതായത് മഹാരാഷ്ട്ര, ആന്ധ്ര, കർണാടക, കേരള, ഇതൊക്കെ പപ്പായയിൽ ലീഡിങ് സ്റ്റേറ്റ്സ് ആണ്. ഏറ്റവും അധികം ഉൽപാദനം ലഭിക്കുന്നത് ഇപ്പോ ആന്ധ്രാപ്രദേശിൽ നിന്നാണ്, അത് കഴിഞ്ഞത് കർണാടകയിലാണ്. വളരെ വേരിയേഷൻ ഉണ്ട് ഉൽപാദനത്തിൽ സ്റ്റേറ്റുകൾ തമ്മിൽ. അപ്പൊ ആദ്യകാലങ്ങളിൽ ഇതെല്ലാം വെറും വീടുകളിൽ ഒന്നോ രണ്ടോ ചെടികളായിട്ട് കൃഷി ചെയ്തിരുന്ന പപ്പയ ഇന്നിപ്പോ ഒരു തോട്ടവിളയായിട്ട് മാറി വന്നിരിക്കുകയാണ്.
അപ്പോ അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റിക്വയർമെന്റ് ഡിമാൻഡ് കൂടി. പണ്ടൊക്കെ നമുക്കറിയാം പപ്പയ എന്ന് പറയുന്ന സാധനം ആരും കാശ് കൊടുത്ത് മേടിക്കാറില്ല. പപ്പയ എല്ലാ വീടുകളിലും ഓരോന്നുണ്ടാവും. അപ്പൊ അത് പൊട്ടിച്ചുപയോഗിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു വിപണന സാധ്യതയെ കുറിച്ച് പോലും ആരും ചിന്തിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള സാധനമാണ്, പഴുക്കുമ്പോൾ പൊട്ടിക്കുന്നു. ഒരു ദിവസം ഇരുന്ന് കേടൊന്നുമില്ലെങ്കിൽ കുറെ ദിവസം ഇരിക്കേണ്ട ഒരു ആവശ്യകത ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ പഴുത്ത് പൊട്ടിച്ച് ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴതല്ല. ഇപ്പൊ മാർക്കറ്റിലൂടെ വിപണനം ചെയ്യുമ്പോൾ അത് ഒരാഴ്ചയോളം അല്ലെങ്കിൽ 10 ദിവസമെങ്കിലും കേടുവരാതെ ഇരിക്കാവുന്ന വിധത്തിലുള്ള ഇനങ്ങൾ അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോ ഹോം സ്റ്റേറ്റിൽ മാത്രം കൾട്ടിവേറ്റ് ചെയ്തിരുന്ന പപ്പയ ഇന്ന് ഒരു കമേഴ്ഷ്യൽ ഫ്രൂട്ട് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത് നിങ്ങൾക്കൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടതല്ല. ഇതിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രൊഡക്ടിവിറ്റി കുറവുള്ള സ്റ്റേറ്റ് കേരള. ഇത് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ കണ്ടപ്പോഴും എനിക്ക് തോന്നി ഇത് തെറ്റുപറ്റിയതാണോ എന്ന് പോലും തോന്നുന്നു. അതേപോലെയാണ് ഇത് കാണിക്കുന്നത്. അതായത് ഏറ്റവും കുറഞ്ഞ ഉൽപാദനക്ഷമതയുള്ളത് 4.5 ടണ്ണാണ് നമ്മുടെ ഉൽപാദനക്ഷമത. 115 ടണ്ണാണ് ആന്ധ്രാപ്രദേശിന്റെ. ഇത്രയും കുറവാണോ എന്നുള്ളത് എനിക്കതിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ കിടക്കുന്നത് ഇതാണ്. ഇതൊരു വലിയ ഒരു അത്ഭുതം പോലെയാണ് തോന്നുന്നത്. അപ്പൊ അത് ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സ്ലൈഡ് ഇട്ടത്. അപ്പൊ ബാക്കി ഏറ്റവും അധികം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റുകളിൽ ഒന്ന് നമ്മുടെ ആന്ധ്രാപ്രദേശാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞു. കർണാടക, ആന്ധ്രാപ്രദേശ് ഇതൊക്കെയാണ് ഏറ്റവും നമ്പർ 2, 1ഉം 2ഉം. പിന്നെ കേരളയില് നമുക്ക് ഏരിയ ഒക്കെ ഉണ്ട് അത്യാവശ്യം, പക്ഷെ ഉൽപാദനക്ഷമത വളരെ കുറവാണ്. ഇനി പപ്പയയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പപ്പയ കൃഷിയിലേക്ക് തിരിയുന്നതിന് മുമ്പ് പപ്പയയിൽ പലതരം സെക്സ് ഫോംസ് ഉണ്ട്. അതായത് ആൺപൂവ് മാത്രം ഉണ്ടാവുന്ന സ്റ്റാമിനേറ്റ് പ്ലാന്റ്സ് ഉണ്ട്, മെയിൽ പ്ലാന്റ്സ് ഉണ്ട്. ആൺപൂവും പെൺഭാഗവും കൂടിയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. അതായത് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയും. അതായത് ആൺഭാഗം ഉണ്ട്, അതില് പെൺഭാഗം ഉണ്ട്. പിന്നെ തനി പെൺപൂക്കളുണ്ട്. പെൺഭാഗം മാത്രമായിട്ടുള്ള പെൺപൂക്കളുണ്ട്. അപ്പൊ ഇതില് ഈ ഫീമെയിൽ സെക്സ് ഫോം മാത്രമേ സ്റ്റേബിൾ ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാലാവസ്ഥയിലുള്ള വ്യതിയാനം കൊണ്ട് ആ അതിലുണ്ടാവുന്ന പൂവുകളിൽ മാറ്റം വരാതെ നിൽക്കുന്നത് ഫീമെയിലാണ്. മറ്റേത് രണ്ടും കാലാവസ്ഥയിലുള്ള വ്യതിയാനം കൊണ്ട്, ഇപ്പൊ ചൂട് കൂടി അല്ലെങ്കിൽ തണുപ്പ് വന്നു, ഇതൊക്കെ വരുമ്പോ അതിൽ പൂക്കൾ ഉണ്ടാവുന്നത് മാറി മാറി വരും. അതായത് ചിലപ്പോ ആണും പെണ്ണും കൂടിയ ബൈസെക്ഷൽ അല്ലെങ്കിൽ ഹെർമഫ്രോഡൈറ്റ് ഫ്ലവർ ആവാം, അല്ലെങ്കിൽ ആൺപൂവ് തന്നെയാവാം. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്കറിയാം ആൺചെടികൾ ഒരിക്കലും കായ്ഫലം തരില്ല നമുക്ക്. അപ്പോ ഈ 3 തരം സെക്സ് ഫോംസ് ഇത് കൂടാതെ ഇതിന്റെ ഇടയിലുള്ള കോംപ്ലക്സ് ഫോംസും കൂടി ഉണ്ട്. അത് ഞാൻ എടുത്ത് പറയുന്നില്ല. പ്രധാനമായിട്ടും 3 തരമാണുള്ളത്. മെയില്, ഹെർമോപ്രൊഡൈറ്റ്, പിസ്റ്റിലേറ്റ്. ഈ ഹെർമോപ്രൊഡൈറ്റ് എന്ന് പറയുന്നതാണ് ബൈസെക്ഷൽ എന്ന് പറയുന്നത്. പിസ്റ്റിലേറ്റ് എന്ന് പറയുന്നത് പെൺപൂവ് മാത്രം ഉണ്ടാവുന്നത്. ഹെർമോപ്രൊഡൈറ്റ് എന്ന് പറഞ്ഞാൽ ആൺഭാഗം പെൺഭാഗവും കൂടിയിട്ടുള്ളത്. അതായത് ആ പൂവിൽ നിന്ന് നമുക്ക് നേരിട്ട് കായ കിട്ടും. കിട്ടും. നേരെ വെച്ച് പെൺപൂവ് മാത്രമാണെങ്കിൽ ആൺപൂക്കൾ വഴി പരാഗണം നടന്നാലേ നമുക്ക് കായ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആണും പെണ്ണും കൂടിയിട്ടുള്ള ഹെർമോപ്രൊഡൈറ്റ് രണ്ടും കൂടി ഒരു ചെടിയിൽ ഉണ്ടാവുന്ന ഒരു സംവിധാനമാണെങ്കിലും കുഴപ്പമില്ല. ആണും പെണ്ണും കൂടിയിട്ടുള്ള പൂവിൽ നിന്നുള്ള ആൺഭാഗത്തു നിന്നുള്ള പരാഗണം പെൺപൂവിൽ നടന്ന് കായ പിടിക്കും. പക്ഷെ ആണ് തന്നെയുള്ള ചെടികളിൽ ഒരിക്കലും കായ ഉണ്ടാവില്ല. അതേമാതിരി പെണ്ണ് തന്നെയായിട്ടുള്ള ചെടികളിലും പെൺപൂവ് തന്നെയുള്ള ചെടികളിലും കായ ഉണ്ടാവണമെങ്കിൽ ആൺ ചെടികളെ നിർത്തണം. ഒരു 5% ആൺചെടികളെങ്കിലും തോട്ടത്തിലേക്ക് പരാഗണം ഉണ്ടാവില്ല, കായ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺപൂവിൽ നിന്നുണ്ടാവുന്ന കായകൾ കുറുകി നീളം കുറഞ്ഞ് ഉരുണ്ടട്ടായിരിക്കും. പക്ഷെ ആണും പെണ്ണും കൂടിയിട്ടുള്ള പൂക്കള്, അതായത് ബൈസെക്ഷൽ ഫ്ലവേഴ്സിൽ നിന്നുണ്ടാവുന്ന ഹെർമോപ്രൊഡൈറ്റ് ഫ്ലവേഴ്സിൽ നിന്നുണ്ടാവുന്ന കായകൾ നീളം കൂടിയതായിരിക്കും. ഇതിനൊരു വലിയ പ്രസക്തി ഉണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. അപ്പൊ ഇതില് പടം കാണിച്ചിരിക്കുന്ന 3 തരം പൂക്കളുടെ പടങ്ങൾ കാണിച്ചിരിക്കുകയാണ്. ഇതിൽ ഈ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നതാണ് ആൺപൂവ് മാത്രമായിട്ട്. ഇത് നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ പറമ്പിലൊക്കെ ചില പപ്പയ ഉണ്ടാവുമ്പോ അതിൽ നിന്ന് ഇങ്ങനെ കൊലയായിട്ട് തൂങ്ങി പൂക്കൾ ഉണ്ടാവും. ആ പൂക്കളിൽ ഒരു കായും പിടിക്കില്ല. ഇത് പെണ്ണ് മാത്രമായിട്ടുള്ള പൂക്കളാണ്. ഈ പിസ്റ്റിലേറ്റ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനെ കട്ട് ചെയ്തിട്ട് ഇതില് പെൺഭാഗം മാത്രമേ ഉള്ളൂ. ഇനി ബൈസെക്ഷൽ എന്ന് പറയുന്നതിൽ കണ്ടോ, ഇത് അതായത് പൂമ്പൊടി ഉണ്ട്, അതേമാതിരി പെൺഭാഗം ഉണ്ട്.
രണ്ടും കൂടിയിട്ടുള്ളതാണ് ബൈസെക്ഷുവൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് 3 തരം പൂക്കൾ ഇതിൽ കണ്ടുവരുന്നത്. അതിൽ ഈ ചോട്ടിൽ കാണിച്ചിരിക്കുന്ന ആൺപൂവാണ്, പിന്നീട് കാണിച്ചിരിക്കുന്ന ഹെർമോഫ്രോഡൈറ്റ് ആണ്, പിന്നീട് കാണിച്ചിരിക്കുന്ന പെൺപൂവാണ്. ഈ ഹെർമോഫ്രോഡൈറ്റും പെൺപൂവും തമ്മിലുള്ള വ്യത്യാസം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആന്തർ അല്ലെങ്കിൽ പൂമ്പൊടി ഉൽപ്പാദിപ്പിക്കുന്ന ആൺഭാഗം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പെൺപൂവിന് ചുറ്റുമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് ചെറിയ കായോട് കൂടിയിട്ടുള്ളതാണ് പെൺപൂവ്. ഇവിടെ പരാഗണം നടക്കുമ്പോഴാണ്, ഇതിൽ നിന്ന് പൂമ്പൊടി ഇവിടെ പരാഗണം നടക്കുമ്പോഴാണ് നമുക്ക് കായ പിടിക്കുന്നത്. അപ്പോ പെൺപൂവ് മാത്രമേ ഉള്ളൂ വെച്ചാലും കായ കിട്ടില്ല, ആൺപൂവ് മാത്രമേ ഉള്ളൂ വെച്ചാലും കായ ഉണ്ടാവില്ല. പക്ഷെ ആണും പെണ്ണും കൂടിയിട്ടുള്ള പൂക്കളും പെൺപൂവും കൂടിയിട്ടുള്ള ചെടിയാണെങ്കിൽ ഇതിലത്തെ ആൺപൂ ഭാഗത്തിൽ നിന്ന് ഇതിൽ പരാഗണം നടന്ന് കായകൾ ഉണ്ടാവും. നെക്സ്റ്റ്. ഇനി നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇതിലിപ്പോ നമ്മളിവിടെ കാര്യമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വെറൈറ്റി റെഡ് ലേഡിയാണ്. പക്ഷെ ഇത് കൂടാതെയും അനേകം ഇനങ്ങൾ പപ്പയയിലുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കുറച്ച് സ്ലൈഡ്സ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഈ പപ്പയയിൽ ആകെ ഈ റെഡ് ലേഡി മാത്രമേ ഉള്ളൂ എന്നുള്ള. അല്ല, അനേകം സ്ഥാപനങ്ങൾ ഇറക്കിയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് പൂസ ഡെലിഷ്യസ് എന്ന് പറഞ്ഞാൽ, പൂസ എന്നുള്ള പേര് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ കാർഷിക ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹി അവിടുന്ന് ഇറക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ ഗൈനോഡെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് പെണ്ണും ആണും പെണ്ണും കൂടിയിട്ട്, പെൺപൂവും ആണും പെണ്ണും കൂടിയിട്ടുള്ള പൂക്കൾ ഉണ്ടാവുന്ന ഒരു, ഇത് നല്ല ഈൽഡൊക്കെ കിട്ടുന്നതാണ്. ഇതില് ഞാൻ പറഞ്ഞില്ലേ, ഒരു 58 മുതൽ 60 കിലോ ഒരു ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കണക്കാക്കുന്നത്. അതായത് ഒരു ചെടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 2-2.5 വർഷത്തെ കാലാവധി കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ മറ്റു വശങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതിന് നമ്മുടെ റെഡ് ലേഡിയെ പോലെ തന്നെ അത്രയ്ക്ക് അട്രാക്റ്റീവ് അല്ലെങ്കിലും ഓറഞ്ച് കളറിലുള്ള ഫ്ലഷ് ആണ്, നല്ല ഫ്ലേവർ ഉള്ള ഓറഞ്ച് കളറിലുള്ള ഫ്ലഷ് ആണ്. ഏകദേശം നമ്മുടെ റെഡ് ലേഡിയുടെ അതേ ഷേപ്പിലുള്ള ഫ്രൂട്ട്സും തന്നെയാണ്. ഇത് ഇന്ത്യൻ കാർഷിക ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയിട്ടുള്ള ഇനാണ്. ഇത് നമുക്ക് സീഡ് മേടിക്കാൻ കിട്ടും. സീഡ് അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഇനങ്ങളുടെ സീഡ് നമുക്ക് മേടിക്കാൻ കിട്ടും. നെക്സ്റ്റ്. ഇത് പൂസ മെജസ്റ്റി എന്ന് പറയുന്ന ഇന. ഇതും ഇതേമാതിരി ഗൈനോഡൈഷ്യസ് ആണ്. അതായത് പെൺപൂവും ആൺപൂവും പെൺപൂവും കൂടിയിട്ടുള്ള പൂക്കൾ കിട്ടുന്നതാണ്. ഇത് പക്ഷേ പപ്പായി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ളതാണ്. അപ്പോ പപ്പായിൻ ഉൽപാദനത്തിനുള്ള ഇനങ്ങൾ മിക്കവാറും ഫ്രൂട്ടിന്റെ ഉൽപാദനത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് കാണാൻ അതിന്റെ കട്ട് ചെയ്ത ഫോമല്ല. അപ്പൊ ടേസ്റ്റ് മധുരമൊക്കെ കുറവായിരിക്കും. പക്ഷെ കായ മൂക്കുന്ന സ്റ്റേജിൽ ഇതിന്റെ കറ ഇതിന്റെ കറ എടുത്ത് പൂസ നന്ന എന്ന് പറയുന്ന ഒരു ഇനാണ്. നന്ന എന്ന് പറയുന്ന ഹിന്ദി വാക്കാണ്. നന്ന എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഉയരം കുറഞ്ഞെന്ന് അർത്ഥമാണ്, എന്നുള്ള അർത്ഥമാണ് നന്ന എന്ന് ഹിന്ദിയിലെ. അപ്പൊ ഇത് നിങ്ങൾക്ക് കാണാം, ഫോട്ടോ കണ്ടാൽ തന്നെ കാണും, തീരെ ഉയരം വെക്കാത്ത ഒരു ഇനാണ്. ഇത് അവര് ഇറക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടും ഗാർഡൻ കൾട്ടിവേഷന് വേണ്ടി ഇറക്കിയിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? അതായത് വാണിജ്യാടിസ്ഥാനത്തിൽ വിളയില്ല, വീടുകളിലെ ബാക്ക് യാർഡിൽ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് അധികം ഉയരം വരാത്തൊരു ഇനാണ്. പിന്നെ അതേമാതിരി ചട്ടിയിൽ കൃഷി ചെയ്യാം. അപ്പൊ ഇത് 3 കൊല്ലത്തോളം നിൽക്കുന്ന ഒരു ഇനാണ്. ഇത് ഫ്രൂട്ടിന് വേണ്ടി തന്നെ കൃഷി ചെയ്യണതാണ്. ഇത് കോയമ്പത്തൂരിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ഇനാണ്. തമിഴ്നാട് കാർഷിക സർവകലാശാലയുടെ ഒരു ഇനാണ്. ഇത് CO1 CO എന്നാണ്. ഇത് പക്ഷെ ഡയേഷ്യസ് വെറൈറ്റി. ഡയേഷ്യസ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ മെയിൻ ആൺചെടിയും പെൺചെടിയും വേറെ വേറെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഇനങ്ങൾ കൃഷി ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് വിത്ത് പാവി തൈ നട്ടതിന് ശേഷം നമ്മൾ കൂടുതൽ തൈകൾ നടേണ്ടി വരും. ഒരു തടത്തിൽ 2-3 തൈ നട്ടിട്ട് അവസാനം പൂത്തു തുടങ്ങുമ്പോൾ ആണാണ് കാണുന്നത് ഒരു 5% മാത്രം നിർത്തി ബാക്കി എല്ലാ അഞ്ചടികളും വലിച്ചു കളയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇതില്. പണ്ട് കാലത്തെ എല്ലാ ഇനങ്ങളും അങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കൃഷി ചെയ്യുമ്പോൾ ഇപ്പൊ പല ആൾക്കാരും ഇത് കൃഷി ചെയ്തിട്ട് ഇത് കായ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ആയിട്ട് വരാറുണ്ട്. മിക്കവാറും അത് അഞ്ചടി ആയിരിക്കും അതിൽ കായ പിടിക്കാത്തത്. അപ്പൊ ഇങ്ങനത്തെ ഡയേഷ്യസ് വെറൈറ്റികൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 2-3 തൈ വീതം ഒരു തടത്തിൽ നട്ട് ഇത് വലുതായി വന്ന് നമുക്കൊരു 5% അഞ്ചടി വേണം അതിന്. അപ്പൊ ഇതും ഈ CO2 എന്ന് പറയുന്ന ഇതും ഡയേഷ്യസ് ആണ്. ഇതും കോയമ്പത്തൂരിൽ നിന്ന് ഇറക്കിയ ഇനാണ്. അപ്പോ ഇത് വലിയ ഒരു വിധം വലിപ്പമുള്ള ഫ്രൂട്ടാണ്, പപ്പൈന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് CO2 സൺറൈസും കൂടിയിട്ടുള്ള ഒരു ഹൈബ്രിഡ് ആണ്. സൺറൈസ് എന്ന് പറയുന്നത് ഒരു പഴയ കാലത്തെ ഒരു ഇനായിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞാൽ
ഗൈനോഡൈഷ്യസ് ആണ്. അതായത് മെയിലും പിന്നെ ഫീമെയിലും ബൈസെക്ഷൽ ഫ്ലവേഴ്സും ഒരുമിച്ചുണ്ടാവുന്ന വെറൈറ്റി നമ്മള് നേരത്തെ കാണിച്ച പൂസ ഡെലിഷ്യസിന്റെ ഒക്കെ പോലെയുള്ള ഒരു വെറൈറ്റിയാണ്. അപ്പൊ ഇതില് പക്ഷേ ഫ്ലഷ് കളർ യെല്ലോ ടു ഓറഞ്ച് ആണ്. നമ്മുടെ റെഡ് ലേഡിയുടെ മറ്റേ റെഡ് കളർ അല്ല, യെല്ലോ ടു ഓറഞ്ച്. നിങ്ങൾക്ക് കാണാൻ കട്ട് ചെയ്ത ഫ്രൂട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ വെയിറ്റ് കുറവാണ്, ഫ്രൂട്ട് സൈസ് ചെറുതാണ്, 0.5 to 0.8, അതായത് 800 ഗ്രാം വരെ വരുന്നുള്ളൂ. ആൻഡ് ഫ്രൂട്ടിന്റെ ഷേപ്പ് ഓവൽ ഷേപ്പാണ്. അപ്പൊ കോയമ്പത്തൂർ സർവകലാശാലയുടെ അനേകം ഇനങ്ങളുണ്ട്. CO1, CO2, ഇതിപ്പോ CO3. ഇത് CO4 എന്ന് പറഞ്ഞ ഇനാണ്. ഇത് CO1ഉം വാഷിംഗ്ടൺ എന്ന് പറഞ്ഞ ഇനം തമ്മിലുള്ള ഒരു ക്രോസ് ആണ്. ഇത് പക്ഷേ യെല്ലോ ഫ്ലഷ് ആണ്. ആവുന്നത് എപ്പോഴും നല്ലതാണ്. എന്താ വെച്ചാൽ അല്ലെങ്കിൽ പലപ്പോഴും നമ്മളിപ്പോ നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറെ എണ്ണം ആൺപൂവ ചെടിയായിട്ട് പോയി കഴിഞ്ഞ് വെറൈറ്റി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വാഷിംഗ്ടൺ എന്ന് പറഞ്ഞ പഴയൊരു ഇനത്തിൽ നിന്നുള്ള സെലക്ഷൻ ആണ്, CO5 എന്ന് പറയുന്നത്. ഇത് പപ്പൈന് വേണ്ടി മാത്രം ഇറക്കിയിട്ടുള്ള ഇനാണ്. അപ്പോൾ ഇത് പപ്പൈൻ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇനാണ്. നെക്സ്റ്റ്, ഇത് CO7 എന്ന് പറയുന്നത്. ഇത് ഗൈനോഡൈഷ്യസ് ആണ്. ഇത് അതായത് മെയിലും ബൈസെക്ഷൽ ഫ്ലവേഴ്സും കൂടിയിട്ടുള്ളതാണ്. ഫ്രൂട്ട്സ് നല്ല നീളത്തിലുള്ള 1-1.5 കിലോ വരുന്നത്. ഈ CO6 ഇത് ഒരു ജയന്റ് വേറെ ചെടികളുള്ള ഇനാണ്. ഇത് രണ്ടിനും ഉപയോഗിക്കാം. അതായത് നമുക്ക് പഴമായിട്ടും ഉപയോഗിക്കാം, പപ്പായന ഉൽപാദനത്തിനും ഉപയോഗിക്കാം. പിന്നെ പൂസ ജയന്റ് എന്ന് പറഞ്ഞ ഈ പൂസയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ഇറക്കിയിട്ടുള്ള ഒരു ഇനാണ്. വലിയ ഫ്രൂട്ട് ഉണ്ടാവുന്നത്, 2.5 മുതൽ 3 കിലോ ഫ്രൂട്ട്. ഇത് പ്രധാനമായിട്ട് ഇതും ഡയഷ്യസ് ആണ്, പക്ഷെ ഇത് മെയിനായിട്ട് ഒരു കാനിങ് ഇൻഡസ്ട്രിയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മളവിടെ പ്രധാനമായിട്ട് ഇപ്പൊ പോപ്പുലർ ആയിട്ടുള്ള വെറൈറ്റിയാണ് റെഡ് ലേഡി പപ്പയ. അപ്പൊ ഇത് ഇൻട്രൊഡക്ഷനിൽ ഇവിടെ പറഞ്ഞു. നോയു സീഡ് എന്ന് പറയുന്ന ഒരു തൈവാൻ സീഡ് കമ്പനിയാണ് ഈ ഹൈബ്രിഡ് ഇനം പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടിയ ഉൽപാദനം, നല്ല ചുവന്ന കളറിലുള്ള ഫ്ലഷ്, കൂടുതൽ ദിവസം കേടുവരാതെ ഇരിക്കും. പിന്നെ മാത്രമല്ല 4 മുതൽ 8 മാസത്തിനുള്ളിൽ 4.5 മുതൽ 8 മാസത്തിനുള്ളിൽ നമ്മൾ ഈ ചെടി നട്ടു കഴിഞ്ഞാൽ കായ്ച്ചു തുടങ്ങും. പിന്നെ അവർ അവകാശപ്പെടുന്നത് ഇത് വൈറസിന് ടോളറന്റ് ആണെന്നാണ്. പക്ഷെ വൈറസ് വരും, അതില് യാതൊരു സംശയവുമില്ല. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വൈറസ് തന്നെയാണ്. ഒരു 3 അടി പൊക്കാവുമ്പോഴേക്കും കാച്ചു തുടങ്ങും. അപ്പോ ഒരു 25 തൊട്ട് 30 ഫ്രൂട്ട്സ് ആണ് ഒരു കൊല്ലം നമ്മൾ ഒരു പ്ലാന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരു ഫ്രൂട്ടിന്റെ വെയിറ്റ് ഏകദേശം നമുക്ക് വരുന്നത് 1.5 മുതൽ 2 കിലോ ആണ്. അപ്പൊ ഇതില് പലപ്പോഴും പല ആൾക്കാരും അതിന്റെ അടുത്ത് കംപ്ലൈന്റ് പറയാറുണ്ട്, ഇത് ഹൈബ്രിഡാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും 2 തരം കായകൾ ഉണ്ടാവുന്നു. അതായത് ഇതിൽ ഉരുണ്ട കായ ഉണ്ടാവും, കുറച്ച് നീളമുള്ള കായ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിലെ പെൺപൂവും ആണും പെണ്ണും കൂടിയിട്ടുള്ള പൂവും ഉണ്ടാവും. 2 തരം പൂക്കളുണ്ട്. അതിൽ ഈ ആണും പെണ്ണും കൂടിയിട്ടുള്ള പൂവിൽ നിന്നുണ്ടാവുന്ന കായകൾ നീളത്തിലും പെൺപൂവിൽ നിന്നുണ്ടാവുന്ന കായകൾ കുറച്ച് ഉരുണ്ടിട്ടുമായിരിക്കും. അപ്പൊ നിങ്ങൾ റെഡ് ലേഡി തൈ മേടിച്ച് നട്ടു കഴിഞ്ഞാൽ ചില ചെടികളിൽ ഉരുണ്ട കായകളായിരിക്കും. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പെൺപൂവിൽ നിന്നുണ്ടാവുന്ന കായകളാണ്. ചില ചെടികളിൽ നമുക്ക് കുറച്ചും കൂടി നീണ്ട കായകളായിരിക്കും കാണുന്നത്. അത് ആൺ പെൺ കൂടിയിട്ടുള്ള പൂക്കളായിരിക്കും ആ ചെടിയിൽ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് 2 ഇങ്ങനെ. അതല്ലാതെ വെറൈറ്റിയിലുള്ള കളിപ്പിക്കലോ അല്ലെങ്കിൽ വെറൈറ്റിയിലോ ഹൈബ്രിഡിലുള്ള മിക്സിങ്ങോ ഒന്നുമല്ല. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ പുറകിലുള്ള സയൻസ് പറഞ്ഞത്. പിന്നെ ഇത് ഫ്ലഷ് തിക്ക് റെഡ് ആണ്. നിങ്ങൾക്കറിയാം, ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ചൊന്നും ഞാൻ പറയണ്ട. ഒരാഴ്ചയിലധികം സുഖമായിട്ട് വെക്കാവുന്ന ഒരു ഇനാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് വിപണനത്തിനൊക്കെ വളരെ സാധ്യതയുള്ള ഒരു ഇനാണ്. ഇന്ന് ഏറ്റവും അധികം പോപ്പുലർ ആയിട്ട് കൃഷി ചെയ്യപ്പെടുന്ന ഒരു ഇനവും ഈ റെഡ് ലേഡി തന്നെയാണ്. അപ്പൊ നമ്മള് കുറച്ച് ഇനങ്ങളും കൂടാതെ ഹൈബ്രിഡ് ഇനമായ റെഡ് ലേഡിയെ കുറിച്ചുമാണ് നമ്മളിപ്പോ ഇത്രയും നേരം നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇനി ഇതിന്റെ കൃഷി രീതിയെ കുറിച്ച് നിങ്ങൾക്കറിയാം, പപ്പയ നമ്മള് സീഡിൽ കൂടെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതായത് വിത്ത് മുളപ്പിച്ച് തൈ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ വിത്ത് നമ്മള് വിശ്വസിക്കാവുന്ന സോഴ്സിൽ നിന്നും, ഇപ്പൊ പപ്പയ സീഡ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ റെഡ് ലേഡി വെറൈറ്റി ഇത്രയും പോപ്പുലർ ആയതിനു ശേഷം ഈ റെഡ് ലേഡിയുടെ സീഡിന്റെ വില ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട്. ഒരു സീഡിന് ഏകദേശം 7 രൂപ വില വരുന്നുണ്ട്. അപ്പോ റിലയബിൾ ആയിട്ടുള്ള കമ്പനിയുടെ നേരിട്ടുള്ള സോഴ്സിൽ നിന്ന് മേടിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിന്റെ കാശും നഷ്ടമാവും, മാത്രമല്ല ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട്സും ഉണ്ടാവില്ല ചെടിയിൽ. അപ്പൊ ഏത് വെറൈറ്റി ആണെങ്കിലും ഏതിനാണെങ്കിലും അതിന്റെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് മേടിക്കുക. ഇതിലെ 1 ഗ്രാം എന്ന് പറഞ്ഞാൽ ഏകദേശം 50 മുതൽ 80 സീഡ് ഉണ്ടാവും.
അപ്പൊ ഏകദേശം 10 ഗ്രാമിന്റെ ഒരു പാക്കറ്റിൽ നമുക്ക് ഒരു 700 സീഡ് പ്രതീക്ഷിക്കാം. അപ്പൊ അതിൽ ഇപ്പൊ ഒരു 80-90% മുളശേഷി ഉള്ള നന്നായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 80% വരെ മുളശേഷി കിട്ടും. അപ്പൊ ഏകദേശം 10 ഗ്രാമിൽ നിന്ന് ഒരു 500 തൈയെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമുക്ക് വേണ്ടത് ഒരു 50 മുതൽ 80 ഗ്രാം സീഡാണ് വേണ്ടത് ഒരു ഹെക്ടർ നടാൻ, അതായത് 2.5 ഏക്കർ സ്ഥലത്ത് നടാൻ. അതായത് ഇതിലെ ഒരു ചെടിയെ ഒരു സ്ഥലത്ത് ഒരു കുഴിയിൽ നടേണ്ട കാര്യമുള്ളൂ. കാരണം ഇതിൽ പെണ്ണും ആണും കൂടിയിട്ടുള്ള പൂക്കളും മാത്രമേ ഉണ്ടാവുള്ളൂ. ആൺചെടി ഒരിക്കലും ഉണ്ടാവില്ല, ഡയേഷ്യസ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 2-3 തൈ നട്ട് ഒരെണ്ണം വലിച്ചു കളയേണ്ട ആവശ്യമൊന്നും ഇതിലില്ല. ഇനി തൈ ഉൽപാദന രീതി. തൈ ഉൽപാദനം നമുക്ക് പല വിധത്തിൽ ചെയ്യാം. ഒന്ന് പ്രോട്രേ, നമ്മുടെ തൈ നഴ്സറിയിൽ നമ്മൾ ട്രേയിൽ പച്ചക്കറി തൈകൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതും ട്രേയിൽ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ട്രേയിലുള്ള തൈന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തൈ ഉണ്ടാക്കാം. മാത്രമല്ല തൈ ഈസി ആയിട്ട് കൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും പറ്റും. പക്ഷെ ഇതിലുള്ള ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പയുടെ തൈ പച്ചക്കറി തൈ ഉണ്ടാക്കുന്ന ട്രേയിൽ പോരാ, നമുക്ക് 2 ഇഞ്ച് വലുപ്പമുള്ള കുഴികളുള്ള സെല്ലുള്ള ട്രേകൾ എടുക്കണം. അപ്പൊ അത് മേടിക്കാൻ കിട്ടും നിങ്ങൾക്ക്. ചെറിയ ഐസ്ക്രീം കപ്പിന്റെ വലുപ്പമുള്ള കുഴികളുള്ള, കാരണം പപ്പയ്ക്ക് വേര് കൂടുതൽ ദിവസം നമുക്ക് നിർത്തണം. മാത്രമല്ല വേരും വളർച്ച കൂടുതലാണ്. അപ്പൊ ഇതിൽ നമ്മൾ കൊക്കോപീറ്റ് നമ്മുടെ ചകിരിച്ചോറ്, പെർലൈറ്റ്, വെർമിക്കുലൈറ്റ് ഇവ 3:1:1 എന്നുള്ള അനുപാതത്തിൽ, അതായത് ബൈ വോളിയം ആണ് ഞാൻ പറയുന്നത്, ബൈ വെയിറ്റ് അല്ല, ബൈ വോളിയം എടുത്തിട്ട്, അതായത് 3 ഭാഗം ചകിരിച്ചോറിന് ഓരോ ഭാഗം പെർലൈറ്റ് വെർമിക്കുലൈറ്റ് മിക്സ് ചെയ്യുക. ഈ ചകിരിച്ചോറ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിന്റെ ഈസിയും pH നോക്കണം. അതായത് അതിൽ അടങ്ങിയിട്ടുള്ള ലവണങ്ങളുടെ തോതും അതിലടങ്ങിയിട്ടുള്ള അതിന്റെ അമ്ലത്വവും നോക്കണം. അത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി വാഷ് ചെയ്ത് അതിന്റെ കറ കളയണം. അങ്ങനെയുള്ള ചകിരിച്ചോറ് എടുക്കണം, അല്ലെങ്കിൽ ചെടിയുടെ വളർച്ചയെ അത് ബാധിക്കും. എന്നിട്ട് ഈ പെർലൈറ്റും വെർമിക്കുലൈറ്റും 3:1:1 എന്ന അനുപാതത്തിൽ മിക്സ് ചെയ്തിട്ട് ട്രേകളിൽ ഈ ഒരു തയ്യ് ഒരു കുഴിയിൽ നിന്ന് തോതിൽ പാവുക. എന്നിട്ട് പാവിയതിനു ശേഷം ചെറുതായിട്ട് മീഡിയേറ്റ് കവർ ചെയ്തതിന് ശേഷം ഇത് പോളിയോസിൽ വെക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം ഞാൻ പറഞ്ഞു, പപ്പയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആകെയുള്ള ഒരു പ്രശ്നം വൈറസാണ്. അപ്പൊ വൈറസ് ഒഴിവാക്കാനായിട്ട് കമ്പനി CD കൂടെ പകരുന്ന ഒരു വൈറസ് അല്ല ഇത്, അതാദ്യം മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ വിത്തിൽ ഒരിക്കലും വൈറസ് ഉണ്ടാവില്ല. അപ്പൊ വിത്ത് നമ്മൾ മുളപ്പിച്ച് തൈയായി. അപ്പൊ പോളിയോസിൽ നമ്മൾ തൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിയോസ് എല്ലാ ഭാഗവും കവേർഡാണ്. അപ്പൊ ഇതിന്റെ ഈ വൈറസിനെ പരത്തുന്നത് വെക്ടർ എന്ന് പറയുന്ന വൈറസിനെ പരത്തുന്ന വെക്ടർ ഏഫിഡ് ആണ്. അതായത് നമ്മുടെ മുഞ്ഞമാരത്ത ഒരു ചെറിയ പേൻ പോലത്തെ ഒരു ചെറിയ പ്രാണിയാണ് ഇതിനെ പരത്തുന്നത്. അപ്പൊ ഇത് കേടുള്ള ചെടികളിൽ നിന്ന് നീരൂറ്റി കുടിച്ചതിന് ശേഷം നമ്മളെ കേടില്ലാത്ത ചെടികളിൽ വന്ന് നീരൂറ്റി കൊടുക്കുമ്പോഴാണ് ഈ വൈറസ് പരക്കുന്നത്. അപ്പൊ ഇതിനെ ഒഴിവാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് പോളിയോസിൽ തൈ ഉണ്ടാക്കാനായിട്ട് പറയുന്നത്. പിന്നെ തൈ മുളച്ചതിന് ശേഷം നമ്മൾ തൈയിന് ഡെയിലി നനയും, അതേമാതിരി ആഴ്ചയിൽ 2 പ്രാവശ്യം തോതിൽ വളവും കൂടി കൊടുത്ത്, അതായത് ജലസേചനത്തിൽ അരിയുന്ന വളങ്ങൾ ചേർത്ത് 19 അല്ലെങ്കിൽ 20 ഏതെങ്കിലും വെള്ളത്തിൽ അരിയുന്ന വളം നമ്മൾ ചേർത്ത് കൊടുത്ത്, ഞാൻ നഴ്സറി പാർട്ടിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഭാഗത്തെ കുറിച്ച് കൂടുതൽ പറയാം. നമ്മൾ കൾട്ടിവേഷനെ കുറിച്ചാണ് കൂടുതൽ സ്ട്രെസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് കടത്തിയിട്ടുള്ള വളം, കടക്കിയിട്ടുള്ള വെള്ളം ആഴ്ചയിൽ 2 പ്രാവശ്യം കൊടുക്കുക, ബാക്കി എല്ലാ ദിവസവും നനയ്ക്കുക, അത് കാലാവസ്ഥ അനുസരിച്ച്. അപ്പൊ നമുക്കൊരു 10-15 സെന്റിമീറ്റർ ഉയരം, അതായത് ഏകദേശം 1/2 അടി പൊക്കത്തുള്ള തൈയ്യ് നമുക്ക് ഒരു 45 ദിവസം 55 ദിവസം കൊണ്ട് ലഭിക്കും. വളരെ ചൂടുള്ള കാലാവസ്ഥയിൽ തൈ ഉൽപാദനം നടത്തുകയാണെങ്കിൽ ചൂടുള്ള കാലാവസ്ഥയിൽ തൈ ഉൽപാദനം നടത്തുകയാണെങ്കിൽ നമ്മള് ഷെയ്ഡ് നെറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പപ്പയുടെ ചെറിയ തൈയ്യ് വളരെ പെട്ടെന്ന് ഇലകൾ കരിഞ്ഞ് മുകളിലോട്ട് ചുരുണ്ട് നിൽക്കും. അപ്പൊ വേനൽക്കാലത്താണ് ഇത് ഉണ്ടാവുന്നത്. ഈ സമയത്ത് പ്രശ്നമില്ല, മഴക്കാലത്ത് കുഴപ്പമില്ല. ഇനി നമ്മളൊരു ജനുവരി ഫെബ്രുവരിക്ക് ശേഷം തൈ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പോളിയോസിനകത്ത് ചൂട് കൂടുതലാണെങ്കിൽ തൈന്റെ ഇല മുകളിലോട്ട് ചുരുണ്ട് നമ്മൾ വിചാരിക്കും എന്തോ വൈറസ് പിടിച്ചോ, തൈ മുളച്ചു വന്നപ്പോൾ തന്നെ എന്തോ കേട് പിടിച്ച മാതിരി നമുക്ക് തോന്നും. അപ്പൊ അത് വേറെ ഒന്നും കൊണ്ടല്ല, ചൂട് കൂടുതലായതുകൊണ്ടാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഈ ട്രെയിൽ ഉണ്ടാക്കിയ തൈ നമുക്ക് വേണമെങ്കിൽ നേരിട്ട് ഫീൽഡിലേക്ക് നടാം. അതിനു മുമ്പ് അതിന് കുറച്ച് ദിവസം വെള്ളം കുറച്ച് കൊടുത്ത്
പുറത്തുള്ള കാലാവസ്ഥയായിട്ട് അവനെ പരിമിതപ്പെടുത്തി കൊണ്ടുവരണം. പരിചയപ്പെടുത്തി കൊണ്ടുവന്നതിന് ശേഷം വേണം അതിനെ ഹാർഡനിങ് എന്ന് പറയും. അതിനുശേഷം അതിനെ നടാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എടുത്ത് പോളിത്തീൻ ബാഗിലേക്ക് നട്ടിട്ട് ഒരു 30 ഒരടി പൊക്കം അല്ലെങ്കിൽ 40 സെന്റിമീറ്റർ ഉയരാകുമ്പോൾ ഫീൽഡിലേക്ക് നടാം. രണ്ടു വിധത്തിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ തയ്യെ 10-15 സെന്റിമീറ്റർ തൈയുള്ള ട്രെയിനിൽ നേരിട്ട് നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചുകൂടി ഒന്ന് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കൂടുതൽ വലിയ നമുക്ക് തൈകൾ നേരെ പോളിബാഗിൽ നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. പോളിബാഗിൽ ചകിരിച്ചോറ്, കമ്പോസ്റ്റ് രണ്ടും അടങ്ങിയിട്ടുള്ള ഒരു മിശ്രിതത്തിൽ നമുക്ക് പോളിബാഗിൽ വിത്ത് പാവി തൈ ഉണ്ടാക്കി ഈ മേൽ പറഞ്ഞ മാതിരി ഒരടി പൊക്കാവുമ്പോൾ നമുക്ക് ഫീൽഡിലേക്ക് നടാം. അതും ചെയ്യാൻ പറ്റും. പക്ഷെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നഴ്സറിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതലും ട്രയൽ ഉണ്ടാക്കാനുള്ള കാരണം ട്രാൻസ്പോർട്ട് ചെയ്യാനും കൊണ്ടുപോകാനൊക്കെ ഉള്ള വെയിറ്റ് കുറവാണ്, ഹാൻഡിൽ ചെയ്യാൻ സുഖമാണ്. അപ്പൊ അതുകൊണ്ട് ട്രയൽ ഉണ്ടാക്കുന്നു മാത്രം. അല്ലെങ്കിൽ പോളിബാഗിൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഇത് ട്രയൽ ഉണ്ടാക്കിയിട്ടുള്ള, നേരത്തെ പറഞ്ഞ മാതിരി 2 ഇഞ്ച് ഹോളുള്ള ട്രയൽ ഉണ്ടാക്കിയിട്ടുള്ള തൈയാണ്. ഏകദേശം ഒരു 10 സെന്റിമീറ്റർ 15 സെന്റിമീറ്റർ ഉയരമുള്ള തൈകളാണ്. ഇത് പോളിബാഗിൽ അല്ലെങ്കിൽ ചെറിയ ചട്ടികളിൽ ഉണ്ടാക്കിയിട്ടുള്ള തൈകളാണ്. ഇതാണ് നടാൻ പാകത്തിനുള്ള സ്റ്റേജ്. അതായത് ഞാൻ പറഞ്ഞു ഏകദേശം ഒരു അടിയോളം പൊക്കത്തിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള സീഡ്ലിങ്സ് ഒരു പോളി ഹൗസിനകത്ത് ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഈ സ്റ്റേജിൽ നമുക്ക് ഇത് നടാനായിട്ട് ഉപയോഗിക്കാം. ഇനി നടുന്ന രീതിയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, പപ്പയ നമ്മുടെ ഉഷ്ണമേഖല ഇതിൽ പറ്റിയ ഒരു വിളയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആദ്യത്തെ സ്ലൈഡിൽ തന്നെ പറഞ്ഞത് കൂടുതൽ കൃഷി ചൂടുള്ള ദക്ഷിണ ഇന്ത്യയിലാണ് കൂടുതൽ കൃഷി. തണുപ്പ് കൂടുതലുള്ള ഉത്തരേന്ത്യയിൽ ഇതിന്റെ കൃഷി കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തണുപ്പ് കാലത്ത് ഈ സീസണിൽ ഡിസംബറിലൊക്കെ ചിലപ്പോ ടെമ്പറേച്ചർ വല്ലാണ്ട് താന്നുപോയി മഞ്ഞുവീഴ്ചയോ അല്ലെങ്കിൽ ഇതോ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈ ചെടി കേടുവന്നു പോകും. അപ്പൊ ഇതിന് ഏറ്റവും നല്ല കാലാവസ്ഥ എന്ന് പറയുന്നത് 25 മുതൽ 30 ഡിഗ്രി ടെമ്പറേച്ചർ ആണ് ഏറ്റവും നല്ലത്. 16 ഡിഗ്രിക്ക് താഴെ ടെമ്പറേച്ചർ പോവാതിരിക്കുന്നതാണ് നല്ലത്. അതേമാതിരി മണ്ണിലെ പി എച്ച് ഒരു 6-6.5, അതായത് ചെറിയ തോതിൽ അമ്ലത്തുള്ള മണ്ണാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. നീർവാർച്ച വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പപ്പയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കേണ്ടത് നേന്ത്രവാഴയാണ്. രണ്ടും ഒരേപോലെയാണ്. 24 മണിക്കൂർ വെള്ളം നിന്നാൽ കഴിഞ്ഞു, പിന്നെ പപ്പയ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, അത് ചീഞ്ഞു പോകും. അതേപോലെ തന്നെ വളം ധാരാളം വേണം. വളം കുറഞ്ഞു പോയാൽ വളർച്ചയെ ബാധിക്കും, മാത്രമല്ല ഉൽപാദനത്തെ കാര്യമായിട്ട് ബാധിക്കും. ധാരാളം വളം വേണം. കൂടുതൽ വളം ഇട്ട് കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകും. അതേസമയം ധാരാളം വളം വേണം. വെള്ളം ധാരാളം ആവശ്യമുണ്ട്, ആവശ്യത്തിന് വെള്ളം കൊടുക്കണം. വെള്ളം കുറഞ്ഞു പോയാൽ ചെടി ഉണങ്ങിപ്പോകും. ഒരിക്കലും നമുക്ക് നനയ്ക്കാതെ പപ്പയ കൃഷി ചെയ്യാൻ പറ്റില്ല വേനൽക്കാലത്ത്. അതേസമയം കൂടുതൽ വെള്ളം നിന്ന് പോയാൽ അപ്പോഴും ചീഞ്ഞു പോകും. നമ്മൾ നേന്ത്രവാഴയായിട്ട് കമ്പയർ ചെയ്യാം. ജസ്റ്റ് നേന്ത്രവാഴയുടെ അതേ മാതിരി തന്നെയാണ് പപ്പയ. കാരണം പപ്പയയുടെ നിങ്ങൾക്ക് അറിയാം, തണ്ട് എന്ന് പറയുന്നത് ഒരു കുഴല് പോലെയാണ് അല്ലെ. അപ്പൊ പെട്ടെന്ന് അതിന്റെ പുറത്തെ തൊലിയിൽ എന്തെങ്കിലും ചെറിയ തോതിൽ എന്തെങ്കിലും ക്ഷത ഏറ്റു കഴിഞ്ഞാൽ തന്നെ ഈ ചെടി പെട്ടെന്ന് വാടിപ്പോകും. അപ്പൊ അതുകൊണ്ട് പിന്നെ വേരുകൾ അടിയിലേക്ക് പോകാത്ത ഒരു ഫലവൃക്ഷമാണ് ഈ പപ്പയ. വേര് ഒരിക്കലും വലിയ കാര്യമായിട്ട് അടിയിലേക്ക് പോകില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, കാറ്റ് വരുമ്പോൾ മറിഞ്ഞു വീഴും അല്ലെങ്കിൽ ഒടിയും ഈ പ്രവണതകളെല്ലാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇത് കമ്പയർ ചെയ്യേണ്ടത് നേന്ത്രവാഴയായിട്ടാണ്. അപ്പോ നമ്മുടെ പ്രത്യേകിച്ചും കേരളത്തെ പോലെയുള്ള സ്ഥലത്ത് നമുക്ക് ധാരാളം മഴ കിട്ടുന്ന സമയത്ത് മഴ നല്ല ഡ്രെയിനേജ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ബെഡ് എടുത്തിട്ട് നേന്ത്രവാഴ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പാടങ്ങളിലൊക്കെ ആൾക്കാർ നേന്ത്രവാഴ ചെയ്യാൻ ബെഡ് കോരിയിട്ട് ആ ബെഡിൽ വാഴ നടും. അതേപോലെ തന്നെ ഇവിടെ ബെഡ് കോരി പപ്പയ നടണം, അല്ലെങ്കിൽ മഴക്കാലത്ത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ നമ്മൾ ഏത് സീസണിൽ നടുന്നു എന്നുള്ളതനുസരിച്ച് ഇതിന്റെ വളർച്ചയിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കാറുണ്ട്. അപ്പൊ ഇത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും വന്നിട്ട് പറയും, ഞാൻ മുമ്പ് റെഡ് ലേഡി നട്ടപ്പോ ഇത്ര പേരായപ്പോഴും കാച്ചു, ഇപ്പൊ കുറെ കൂടി ഉയരം പൊന്തിട്ടാണ് കാച്ചിട്ടില്ല എന്ന് പറയും. അപ്പൊ നമ്മൾ മഴക്കാലത്ത് നടുമ്പോൾ സാധാരണഗതിയിൽ തൈകൾ കുറെ കൂടി ഉയരം വെച്ചതിന് ശേഷം കായ്ക്കുക. കാരണം എന്താ വെച്ചാൽ ധാരാളം വെള്ളം ഇതൊക്കെ ലഭിക്കുന്നതുകൊണ്ട് ആ സീസണിൽ ചൂട് കുറവാണ്. അപ്പൊ ആ സീസണിൽ വളർച്ച കൂടുതലായിരിക്കും. അതേപോലെ വളരെ നമ്മുടെ ഇവിടെ കിട്ടുന്നതിനെക്കാട്ടും വളരെ താഴ്ന്ന ലെവലിൽ തന്നെ ഉയരം കുറഞ്ഞ ചെടിയിൽ തന്നെ കായ്പിടുത്തുണ്ടാവും ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ. കാരണം തണുപ്പ് വരുന്നതോടും ഇതിന്റെ വളർച്ചയെ ബാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു തണുപ്പ് ഇഷ്ടപ്പെടാത്ത ചെടിയാണ്. അപ്പൊ ഏത് ചെടിക്കും ഒരു സ്ട്രെസ് വരുമ്പോൾ ആ ചെടി ഉടനെ തന്നെ പുഷ്പിക്കാനും കായ്ക്കാനും തുടങ്ങും. അതിപ്പോ ഏത് പച്ചക്കറി ആയാലും ഇതായാലും. അപ്പൊ ഇവിടെ അതാണ്, തണുപ്പ് വരുന്ന സമയത്ത് പെട്ടെന്ന് പുഷ്പിക്കാനും കായ്ക്കാനും തുടങ്ങും. അപ്പൊ അതുകൊണ്ട്
നമുക്ക് അതിഉയരം വെക്കാതെ തന്നെ ചെടി നമുക്ക് കായ്കളായിട്ട് കാണാനായിട്ട് സാധിക്കും. ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ, തണുപ്പുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ. അപ്പൊ സീസൺ അനുസരിച്ച് ഇതിന്റെ വളർച്ചയിലും ഉൽപ്പാദിപ്പിക്കുന്ന ഹൈറ്റ്, കായും പൂവും ഏത് ഹൈറ്റിലും ഉണ്ടാവുന്നു തണ്ടിൽ എന്നുള്ളതിൽ മാറ്റങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു സീസണില് കൃഷി ചെയ്തപ്പോ ഇങ്ങനെ കിട്ടി, വേറെ സീസണിൽ ചെയ്തപ്പോ കുറച്ചും കൂടി ഉയരം വന്നിട്ട് പൂവുണ്ടായുള്ളൂ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. പിന്നെ ഞാൻ പറഞ്ഞു, പപ്പയയിലെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ബാധിക്കുന്നത് പപ്പയ റിംഗ് സ്പോട്ട് വൈറസ്, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്, എന്ന് പറയുന്ന വൈറസസ് ആണ്. അപ്പൊ വൈറസിന് വേറെ ഒരു മാർഗ്ഗമില്ല. ചെടി പുല്ല് വൈറസ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല, വെട്ടി മാറ്റി കളയാനേ പറ്റുള്ളൂ. അപ്പോ വൈറസിനെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതായത് വൈറസ് പരത്തുന്ന ഏഫിഡിനെ അല്ലെങ്കിൽ പേനിനെ ഒഴിവാക്കുക, അത് എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ പല കൃഷികളിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിലും അത് നമുക്ക് ചെയ്യേണ്ടി വരും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലാസിക് ഉദാഹരണമാണ്. ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പകാലത്തായിരുന്നപ്പോൾ വാഴയെ സംബന്ധിച്ചിടത്തോളം, വാഴ കൃഷിയെ കുറിച്ച് ഒരു ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂമ്പടപ്പ് രോഗത്തെ കുറിച്ച് സംസാരിക്കാതെ ഒരു ക്ലാസ് ഇല്ല വാഴ കൃഷിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ. അതെന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗം കൂമ്പടപ്പ് ഇതായിരുന്നു. ഇന്നിപ്പോ വാഴ കൃഷിയെ കുറിച്ച്, കൂമ്പടപ്പിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും, സാറ് ഇതൊന്നും ഞങ്ങളെ പഠിപ്പിക്കേണ്ട, ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ കുമ്പടപ്പ് എന്നൊരു രോഗമേ അല്ലാതെ മാറി. ഇതേപോലെ തന്നെ വൈറസാണ്, ഇതേപോലെ തന്നെ പേൻ പരത്തുന്ന ഒരു വൈറസാണ് കൂമ്പടപ്പ് രോഗം. ഇതേപോലെ തന്നെ വന്ന വാഴ കല്ലോടുകൂടി പറിച്ച് കാട്ടിക്കളയാനേ കൊണ്ടുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ വൈറസ് പപ്പയുടെ കേസിലും. അപ്പൊ വൈറസിന് എതിരെയുള്ള പ്രതിരോധം, അതായത് വൈറസ് വരാതിരിക്കാനുള്ള ഇതുകൾ നമ്മൾ ചെയ്തേ പറ്റൂ. ഇതേവരെ ഒരു വെറൈറ്റിയും ഈ ലോകത്ത് ഇറങ്ങിയിട്ടില്ല വൈറസിന് പ്രതിരോധ ശക്തിയുള്ളത്. അത് മനസ്സിലാക്കിക്കോളൂ. ആരെങ്കിലും ഇത് വൈറസ് വരാത്ത ഇനാന്ന് പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ അത് വെറുതെ പറയുന്നതാണ്. ഇന്നേവരെ നമ്മൾക്ക്, എന്റെ അനുഭവത്തിൽ ഇതേവരെ ഒരു വെറൈറ്റിയും വൈറസിന് പ്രതിരോധ ശക്തിയുള്ളത് ഇറങ്ങിയിട്ടില്ല. ഇനി ഇത് നടുന്നത് 2 മീറ്റർ മുതൽ 2.5 മീറ്റർ അകലത്തിലുള്ള വരികൾ തമ്മിൽ, 2-2.5 മീറ്റർ വരികൾ, ഒരു വരിയിൽ ചെടികൾ തമ്മിൽ 2 മീറ്റർ അകലത്തിലാണ്. അപ്പൊ ഏകദേശം 2x2 അല്ലെങ്കിൽ 2.5x2 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഏക്കറിൽ ഏകദേശം നമുക്ക് 1000 ചെടി വരെ, നമുക്ക് 800 മുതൽ 1000 ചെടിയാണ് ഒരു ഏക്കറിൽ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഹെക്ടറിൽ ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ 2000 മുതൽ 2500. ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കുഴിയെടുക്കുക, 45 സെന്റിമീറ്റർ ഡയമീറ്ററിൽ, അതായത് 1.5 അടി ഡയമീറ്ററിൽ കുഴിയെടുക്കുക. എന്നിട്ട് ആ കുഴിയില് നമ്മള് മണ്ണിൽ നമ്മള് എന്താ പറയാ, കമ്പോസ്റ്റ് ഒരു 20 കിലോ, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, നല്ല ക്വാളിറ്റി വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി മുതലായവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തൈകൾ ഇത് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി അതിൽ തൈ നടുക. അപ്പോ ഏറ്റവും നല്ലത് തൈകൾ നടേണ്ടത് ഉച്ചയ്ക്ക് ശേഷം നടുന്നതാണ് നല്ലത്. എന്തിനാ വെച്ചാൽ പെട്ടെന്നുള്ള നട്ട ഉടനെയുള്ള പെട്ടെന്നുള്ള വെയില് വന്നു കഴിഞ്ഞാൽ അതിനൊരു ക്ഷതം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ നടാൻ പറയുന്നത്. നിങ്ങൾക്ക് അപ്പൊ നടാൻ പറ്റുന്ന വെച്ചാൽ, കഴിയുന്നു നടാൻ പറ്റുന്ന വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം നടുക. പിന്നെ വല്ലാതെ ആഴത്തിലേക്ക് പ്ലാന്റ് നടേണ്ട കാര്യമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ കടക്കെ മണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് കൂന് കൂട്ടി കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. വെള്ളം, ഇതിന്റെ നനവ് വല്ലാതെ നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ കടഭാഗത്ത് ചീച്ചൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇത് മഴക്കാലത്താണ് കൂടുതൽ പ്രശ്നം. പിന്നെ നട്ട് ജലസേചനം നടത്തുന്നത് നമ്മൾ ചെറിയൊരു കൂനി ഉണ്ടാക്കിയിട്ട് നട്ടിട്ടുള്ള തൈന്റെ ചുറ്റും നനച്ചാൽ മതി. ചെടിയുടെ കടക്കെ നേരിട്ട് വെള്ളം ഒഴിക്കണം എന്നില്ല, അതിന് ചുറ്റുമുള്ളതിൽ നിന്ന് ഒഴിച്ചു കൊടുത്താലും നനവ് കിട്ടിക്കോളും ചെടിക്ക്. അപ്പോ ഇങ്ങനെയാണ് ഇത് നടേണ്ടത്. നമുക്ക് 800 മുതൽ 1000 തൈകൾ വരെ ഒരു ഏക്കർ സ്ഥലത്ത് നടാം. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി മഴക്കാലത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ 40 മുതൽ 60 സെന്റിമീറ്റർ, അതായത് 2 അടിയോളം ഉയരത്തിലുള്ള ബെഡ് എടുത്തിട്ട് അതിൽ വേണം, ഒരു ഏകദേശം 1 മീറ്റർ വീതിയും 2 അടി ഉയരമുള്ള ബെഡ് എടുത്തിട്ട് അതിൽ വേണം നമ്മൾ തൈകൾ നടാനായിട്ട്. അപ്പൊ ബെഡുകൾ തമ്മിലുള്ള അകലം ഇതേ പറഞ്ഞ മാതിരി 2 മുതൽ 2.5 മീറ്റർ ആവാം. അതേമാതിരി ഒരു ബെഡിൽ 2 മീറ്റർ അകലത്തിൽ തൈകൾ. ഇനി ഇത് കൂടാതെ പപ്പയ ഈ രീതിയിലും നടാൻ പറ്റും. അതായത് നമ്മള് ആ ഡ്രിപ്പ് ഇട്ട് ഇതേമാതിരി പൊതയിട്ടിട്ട്, അപ്പൊ നമുക്ക് കള ഒഴിവാക്കാം. അതേസമയം ജലസേചനവും വളപ്രയോഗവും നമുക്ക് ഡ്രിപ്പിൽ കൂടെ നടക്കാം. പിന്നെ ഇത് ബെഡിന്റെ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് ഡ്രെയിനേജ് ഒരു പ്രശ്നമില്ല. ഇടയിലുള്ള സ്ഥലത്ത് നമുക്ക് നടന്ന് ഇത് ഈ ചെടികൾക്ക് വേണ്ട പരിപാലനം നടത്താനും സാധിക്കും. അപ്പൊ ഇവിടെയും ഈ സെയിം തന്നെ രീതി, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ബെഡ് എടുത്തിരിക്കുകയാണ്, 1 മീറ്റർ വീതിയിലുള്ള ബെഡ്. അത് ബെഡ് 1.5 അടി ഉയരത്തിലുള്ള ബെഡ് എടുത്തിട്ട് അതിൽ ഡ്രിപ്പ് വലിച്ചു കെട്ടി, എന്നിട്ട് ഷീറ്റ് ഇട്ട് ആ ഷീറ്റ് തുളച്ചിട്ട് അതിൽ തൈ നട്ടിരിക്കുകയാണ്.
അപ്പൊ ഇതില് ജൈവവളം നമ്മൾ നേരത്തെ പറഞ്ഞ ജൈവവളം ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ബാക്കിയുള്ള വളങ്ങളെല്ലാം നമ്മൾ ഡ്രിപ്പിൽ കൂടെയാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ജലസേചനം നമ്മൾ ഇതിപ്പോ വൺസ് ഇൻ 3 to 4 days എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തടമെടുത്ത് നനയ്ക്കുകയാണെങ്കിൽ 3 or 4 ദിവസം കൂടുമ്പോൾ ഒരു ജലസേചനം ആവശ്യമുള്ളൂ. പക്ഷെ ഡ്രിപ്പ് ആകുമ്പോൾ ഡെയിലി ജലസേചനം വേണ്ടി വരും. ഏത് ഫലവൃക്ഷത്തെ പോലെയും ഇതിന്റെ കായ്കൾ പഴുത്തു വരുന്ന സമയത്ത് ജലസേചനം കുറയ്ക്കുന്നത് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും, ബെറ്റർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാം, പപ്പയ മഴക്കാലത്ത് പഴുക്കുന്ന പപ്പയയും വേനൽക്കാലത്ത് പഴുത്തു കിട്ടുന്ന പപ്പയയും തമ്മിലുള്ള ടേസ്റ്റിലുള്ള ഡിഫറൻസ്. മഴക്കാലത്ത് പപ്പയയില് കുറച്ച് വെള്ള സ്വാദ് വരും, കാരണം വെള്ളം കൂടുതൽ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എപ്പോഴും ഡ്രൈ ക്ലൈമറ്റിൽ പഴുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ കണ്ടിന്യൂസ് ക്രോപ്പിംഗ് നമ്മൾ ഒരു ഫീൽഡിൽ തന്നെ ഒഴിവാക്കുക, പപ്പയ പ്രത്യേകിച്ചും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, വൈറസ് രോഗങ്ങളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം പപ്പയ എടുത്ത സ്ഥലത്ത് വീണ്ടും 2 കൊല്ലം കഴിഞ്ഞ് വീണ്ടും അതേ പപ്പയ തന്നെ നടാതിരിക്കുന്നത് ഒഴിവാക്കുന്നത് കുറെയൊക്കെ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി വളപ്രയോഗം ഞാൻ ജൈവവളത്തിന്റെ കണക്ക് ആദ്യം തന്നെ പറഞ്ഞു. നമ്മൾ 20 കിലോ കമ്പോസ്റ്റ് ഇടാനും പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ഇടാൻ പറഞ്ഞു. ഇത് കൂടാതെ 100 ചെടിക്ക് വേണ്ട വളങ്ങളുടെ അളവാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 3 വർഷം വരെ കൊടുക്കേണ്ട വളങ്ങളുടെ അളവാണ്. ഇതിപ്പോ നമ്മൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ വളപ്രയോഗം നടത്താൻ വേണ്ടിയിട്ട് സ്ട്രേറ്റ് വളങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് യൂറിയ, രാജ്മോസ്, പൊട്ടാഷ്. അപ്പൊ ഇത് കൊടുക്കേണ്ടത് ഈ 2 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 45 ദിവസം കൂടുമ്പോഴോ വളം കൊടുക്കണം. ആ 6 മാസത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് 4 പ്രാവശ്യമോ അല്ലെങ്കിൽ 3 പ്രാവശ്യമായിട്ട് കൊടുക്കേണ്ട വളമാണ് കൊടുത്തിരിക്കുന്നത്. 100 ചെടിക്കുള്ള വളമാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രീക്വൻസി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം കൊടുക്കണം എന്നുള്ളത്. 2 or 3 പ്രാവശ്യമായിട്ട് 6 മാസത്തിനുള്ളിൽ ഈ 12.5 കിലോ യൂറിയ, 60 കിലോ കാച്ച്പോസ്, ഈ 2.5 കിലോ പൊട്ടാഷ്, അത് 3 പ്രാവശ്യമായിട്ട് 100 ചെടിക്ക് കൊടുക്കേണ്ട വളമാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് അടിയിലേക്കും കൊടുത്തിരിക്കുന്നത്. 6 മുതൽ 12 മാസം വരെ, 1 വർഷം മുതൽ 2 വർഷം വരെ, 2 വർഷം മുതൽ 3 വർഷം വരെ. ഇത് തടമെടുത്ത് ബേസിനിലിട്ട് മണ്ണ് ഇളക്കി കുത്തി കൊടുക്കണം. ബാക്കി ഏത് വാഴയ്ക്കൊക്കെ വളം ചെയ്യുന്ന പോലെ. പപ്പയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ധാരാളം വളം ആവശ്യമുള്ള ഒരു വിളയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായി വളപ്രയോഗം കൊടുത്താൽ തന്നെ നല്ല ഉൽപാദനം ലഭിക്കുള്ളൂ. ഇനി ഇതില് ശ്രദ്ധിക്കാനുള്ളത്, ഈ നമുക്ക് കുറച്ച് തൈ കൂടുതൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വല്ല തൈകൾ ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള ഒരു സാധ്യത കൊണ്ട് ചിലപ്പോൾ ഒരു 2%, 5% തൈകൾ ചീഞ്ഞു പോകാൻ. അപ്പൊ ഒരു എക്സ്ട്രാ കുറച്ച് തൈ വെക്കുന്നത് എപ്പോഴും നല്ലതാണ് നടുമ്പോൾ. അപ്പൊ അത് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് അത് സാധിക്കും. പിന്നെ ശക്തമായ മഴയുള്ളപ്പോൾ നടാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ കാലാവസ്ഥയിൽ. അപ്പൊ അതുകൊണ്ട് നട്ടുപിടിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഈ സീസണൊക്കെ നമുക്ക് ഏറ്റവും നടാൻ പറ്റിയ സമയമാണ് ഇപ്പൊ തൊട്ട് നട്ട് കഴിഞ്ഞാൽ അടുത്ത മഴക്കാലം ആകുമ്പോഴേക്കും ചെടി കാച്ചു തുടങ്ങിയിട്ടുണ്ടാവും, നല്ല വലുപ്പമായിട്ടുണ്ടാവും. പിന്നെ മഴയെ കൊണ്ടുള്ള ചീച്ചലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒഴിവാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെ പപ്പയ ഞാൻ പറഞ്ഞില്ല, 2-2.5 മീറ്റർ അകലത്തിൽ നടുമ്പോൾ നമുക്ക് ഇതിന്റെ ഇടയിൽ പയറോ ഏതെങ്കിലും പയറ് ഇനങ്ങളോ അല്ലെങ്കിൽ പച്ചക്കറി, നിലത്ത് കിടന്ന് പടരുന്ന പച്ചക്കറി ഇനങ്ങളോ നമുക്ക് കൃഷി ചെയ്ത് ഒരു ക്രോപ്പ് എടുക്കാൻ പറ്റും. അപ്പൊ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ ഇടയിൽ എന്തായാലും നമ്മൾ ഈ ഷീറ്റ് ഇട്ടിട്ടാണ് എല്ലാം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഇടയിൽ പുല്ല് കത്താനും ഒക്കെ ഏറ്റവും ലേബർ ചെലവാകും. അപ്പൊ അതിലും ഭേദം നമ്മള് ഒരു പച്ചക്കറി വിള എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉൽപാദനവും കിട്ടും, അതേസമയം ഈ പുല്ലിന്റെ ശല്യം കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോ ഇപ്പൊ ഉത്തരേന്ത്യയിലൊക്കെ അവർ കണ്ടമാനം വിളകൾ ഇതിന്റെ ഇടയിൽ ഇന്റർക്രോപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ചില വിളകളുടെ കണക്കാണ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഉള്ളി ചെയ്യുന്നുണ്ട്, അതേമാതിരി ഇപ്പൊ മെയ്സ് ചെയ്യുന്നുണ്ട്, അതേമാതിരി ഇപ്പൊ ഉരുളക്കിഴങ്ങ് ചെയ്യുന്നത്, ക്യാബേജ്, കോളിഫ്ലവർ, സ്പിനാഷ്. അധികം വലിപ്പം വരാത്ത ഇപ്പൊ നമ്മുടെ അവിടെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ ഇടയിൽ പയറ് ഏറ്റവും അനുയോജ്യമാണ്. അതുപോലെ തന്നെ ചീര ചെയ്യാം. അതുപോലെ നമുക്ക് പടരുന്ന കുക്കുംബർ, ഇങ്ങനെയുള്ള ചില അധികം വലിയ പടർച്ചയില്ലാത്ത വിളകളെല്ലാം തന്നെ നമുക്ക് ഇതിന്റെ ഇടയിൽ നട്ടുകൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത് ചെടി വലുതായി തിങ്ങി നിറയുമ്പോഴേക്കും നമുക്ക് ഈ പച്ചക്കറിയുടെ ഉൽപാദനം കഴിഞ്ഞിരിക്കും, കളകളുടെ ശല്യം കുറയുകയും ചെയ്യും. അപ്പോ പപ്പയയില് ഞാൻ പറഞ്ഞില്ലേ, വീഡ്സിന്റെ ശല്യം ഭയങ്കരമായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതേമാതിരി വളം കൊടുക്കുകയാണ്. അപ്പൊ വളം ധാരാളം കൊടുക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും വീഡ്സും വരും. പിന്നെ ഇത് വളർന്ന് ഒരു സ്റ്റേജ് എത്തണ വരയ്ക്ക് ഇതിന്റെ വളർച്ച സ്ലോ ആണ്. അപ്പൊ ആ സമയത്ത് ധാരാളം സൂര്യപ്രകാശം ഇടയിൽ ലഭിക്കുന്നതുകൊണ്ടും ധാരാളം വീഡ്സ് വരാനുള്ള, കളകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് വീഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴാണ് കളകൾ കാണുന്നതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ എടുത്തു മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ കളയ്ക്കുക, ഡീപ്പ് ഹോയി, ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഇയർ ചെയ്യാവുള്ളൂ. 2ാമത്തെ കൊല്ലം തൊട്ട് ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്
അപ്പോഴേക്കും വേര് സൈഡിലേക്കെല്ലാം നന്നായി പടർന്നു വന്നിട്ടുണ്ടാവും. ഇത് അടിയിലേക്ക് അധികം പോകാത്ത വേരാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ സൈഡിലേക്ക് വേര് ധാരാളം പടർന്നു വന്ന സമയത്ത് നമ്മൾ വീണ്ടും കളക്കുകയൊക്കെ ചെയ്താൽ വേരെല്ലാം മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് പപ്പായ മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂട്ടും. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ കൊല്ലം തൊട്ട് ഒരിക്കലും ഇടയില് ആഴത്തിൽ ഇട ഇളക്കരുത്. അതായത് ചെടികളുടെ ഇടയിലുള്ള ഭാഗം ഇളക്കരുത്. പിന്നെ മഴക്കാലത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മഴ വളരെ സെൻസിറ്റീവ് ആണ് ഇതിന്റെ വെള്ളക്കെട്ടിനോട്. പിന്നെ നേരത്തെ കാണിച്ച ഡയേഷ്യസ് ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും വെറൈറ്റിയാണ് നിങ്ങൾ കൃഷി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് 2-3 ചെടി വീതം നട്ടിട്ട് 5% ഇപ്പൊ നമുക്ക് ആ 100 ചെടി ഉണ്ടെങ്കിൽ 5 ചെടിയെങ്കിലും ആൺചെടികൾ നിർത്തേണ്ടി വരും, എന്നാലേ പോളിനേഷൻ കിട്ടുള്ളൂ. അത് റെഡ് ലേഡി പോലെയുള്ള ഇനങ്ങൾക്ക് ഇത് ആവശ്യമില്ല. പക്ഷെ ഡയേഷ്യസ് ആയിട്ടുള്ള ഇനങ്ങൾ ഇപ്പൊ നമ്മൾ CO1 കാണിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഇനങ്ങൾ ചെയ്യുമ്പോൾ ഇത് ചെയ്യണം. എന്നിട്ട് കൂടുതലുള്ള 2-3 ചെടി നട്ടിട്ട് ഈ ഒരു 5% ആൺചെടികൾ നിർത്തി ബാക്കി കൂടുതൽ ആൺചെടികൾ അത് വെട്ടിക്കളയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഈ ഒരു ഓപ്പറേഷനാണ്, പ്രത്യേകിച്ചും അങ്ങനെയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് കേടുവന്ന അസുഖം പിടിച്ച രോഗം വന്ന ചെടികൾ മാത്രമേ നീക്കേണ്ടതായിട്ട് വരുള്ളൂ. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയണേ, വെള്ളം കെട്ട് വലിയ പ്രശ്നമാണ് പപ്പായക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഡ്രെയിനേജ് നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോ വെള്ളം ഒരു കാരണവശാലും കെട്ടി നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. അപ്പൊ 2.5 വർഷമാണ് നമ്മൾ ഇതിന്റെ പ്രൊഡക്റ്റീവ് ലൈഫായിട്ട് നമ്മൾ പറയുന്നത്. അതായത് ക്രോപ്പ് നന്നായി നോക്കുകയാണെങ്കിൽ നമുക്ക് 2.5 വർഷം 3 വർഷം വരെ ഇതിന്റെ ഉൽപാദനം ലഭിക്കും. അതായത് നട്ട് ഒരു 6 മാസം മുതൽ കായ്ഫലം തുടങ്ങി പിന്നീട് ഒരു 2 വർഷം കൂടി 2-2.5 വർഷം കൂടി നമുക്ക് കായ കിട്ടിക്കൊണ്ടിരിക്കും. ഇതില് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പഴത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിയുടെ ഫ്രൂട്ട് യെല്ലോ കളറ്, അതായത് ചെറിയ തോതിൽ മഞ്ഞ രാശി യെല്ലോ കളർ വരുമ്പോഴാണ് ഫ്രൂട്ട് സ്ഥിതി ചെയ്യേണ്ടത്. ഫ്രൂട്ട് ഒരിക്കലും മുഴുവനായിട്ട് പഴുക്കാനായിട്ട് അനുവദിക്കരുത്. അത് വന്നു കഴിഞ്ഞാൽ പല രോഗങ്ങൾ വരിക മാത്രമല്ല അതിന്റെ ഷെൽഫ് ലൈഫിനെ അത് ബാധിക്കും. അപ്പോ നമ്മള് ചെറിയ തോതിലുള്ള യെല്ലോ ടിഞ്ച് കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് റെഡ് ലേഡിയെ സംബന്ധിച്ചിടത്തോളം, അത് ഹാർവെസ്റ്റ് ചെയ്യുക. പിന്നെ അത് മാർക്കറ്റിൽ എത്തുമ്പോഴേക്കും പഴുത്തോളും. അങ്ങനെയാണ് ഇത് വിപണനം നടത്തുന്നത്. അല്ലാതെ ഫുള്ളായിട്ട് പഴുത്തുകൊണ്ട് മാർക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അധികം ദിവസം ഇരിക്കില്ല, മാത്രമല്ല മറ്റു രോഗങ്ങൾ വരാനുള്ള സാധ്യതകളും. അപ്പൊ ചില വെറൈറ്റികളിൽ നമുക്ക് ഈ കളർ ചേഞ്ച് അറിയില്ല. അപ്പൊ റെഡ് ലേഡി കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമല്ല. പക്ഷെ ചില വെറൈറ്റികളിൽ കളർ ചേഞ്ച് അറിയാത്ത ഒരു ഇനത്തിൽ അവർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഇന്ന് വരുന്ന കറ ഒരു അതായത് കുറച്ച് കട്ടി വെച്ച് അതിനുള്ള സ്റ്റേജ് ആവുമ്പോൾ ഏകദേശം കായ മൂത്തു എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ്. അപ്പൊ ചെറുതായിട്ടൊന്നും കായമ മാന്തി നോക്കിയാൽ അറിയാൻ പറ്റും. പക്ഷെ അത് നമുക്ക് റെഡ് ലേഡിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ല. അതിൽ ഫ്രൂട്ടിൽ ചെറിയ തോതിൽ മഞ്ഞ രാശി കാണാൻ സാധിക്കും. ആ സമയത്ത് ഹാർവെസ്റ്റ് ചെയ്ത കറക്റ്റ് ആണ്. പിന്നെ ഫ്രൂട്ട് ഒരിക്കലും പറിച്ചെടുക്കുമ്പോൾ നിലത്ത് വീഴുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഫ്രൂട്ട്സിന്റെ മുകളിൽ പിന്നീട് ഫംഗസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രൂട്ടിനെ നിലത്ത് വീഴാതെ പൊട്ടിച്ചെടുത്ത് അത് പാക്ക് ചെയ്ത് ക്രേറ്റ്സിൽ പാക്ക് ചെയ്ത് അതിനെ ചുറ്റും എന്തെങ്കിലും നമ്മൾ വൈക്കോലോ അതുപോലെയുള്ള സാധനങ്ങൾ വെച്ച് കായകൾ തമ്മിൽ ഒരഞ്ഞ് കേടുവരുത്താതിരിക്കാനുള്ള വിധത്തിൽ ചെയ്തിട്ട് വേണം ഇതിനെ പാക്ക് ചെയ്യാനായിട്ട്. ഈൽഡ് നമ്മൾ നോക്കുന്നതനുസരിച്ച് ഭയങ്കര വ്യത്യാസം കാണിക്കുന്ന ഒരു വിളയാണ് പപ്പായ. അതായത് നമ്മള് എടുത്ത ഇനം ഇപ്പൊ ഉൽപാദനം ക്ഷമതയുള്ള ഇനാണെങ്കിൽ അതനുസരിച്ചുള്ള ഉൽപാദനം കിട്ടും. നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള മണ്ണ് ഞാൻ പറഞ്ഞില്ലേ, നല്ല നീർവാർച്ചയും നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം. അതുപോലെ തന്നെ ക്ലൈമറ്റ്, അതായത് തണുപ്പുള്ള സ്ഥലം ഇതിന് പറ്റില്ല, ചൂടുള്ള സ്ഥലമാണ് ഇതിന് പറ്റുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗം, അതിനെ പരിരക്ഷണം, ഇതെല്ലാം അനുസരിച്ച് ഉൽപാദനത്തിൽ കാര്യമായ മാറ്റം വരും. അപ്പൊ നമ്മൾ ഒരു ആവറേജ് ഇല്ലെന്ന് പറയുന്നത് 50 കിലോ അല്ലെങ്കിൽ 55 കിലോ ഒരു ചെടിയിൽ നിന്ന്, അതായത് ഏകദേശം 40-45 കായ്കൾ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 50-50 ഇത് ആവറേജ് ഇല്ലാണ് പറയുന്നത്. ഇതിലും കൂടുതലൊക്കെ ലഭിക്കുന്ന അനേകം ആളുകളുണ്ട്. ഞാനൊരു ആവറേജ് ഇല്ലാണ് പറയുന്നത്. ഇത് 2-2.5 വർഷം കൊണ്ട് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈറസ് ആണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോ
3 തരം വൈറസുകൾ വരുന്നുണ്ട്. അതിൽ പപ്പയ റിംഗ് സ്പോട്ട് വൈറസ് എന്ന് പറയുന്ന PRV, അതാണ് നമുക്ക് ഏറ്റവും ഡാമേജ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അപ്പൊ ഇതിനെ ആകെ ചെയ്യാൻ പറ്റുന്നത് ഇതിനെ പരത്തുന്ന വെക്ടർ, അതായത് ഏഫിഡ്, അതായത് ഒരു പെൻ, ആ പെന്നെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു കീടനാശിനി എന്ന് പറഞ്ഞ റോഗറാണ്. ഡൈമെത്തോയേറ്റ് എന്ന് പറഞ്ഞ റോഗറാണ്. 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ മൾച്ച് ചെയ്ത് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പൊത, സിൽവർ കളർ പൊത ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വെക്ടർ ചെടിയിൽ വന്നിരിക്കുന്നതിന് പകരം പൊതയിൽ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വെക്ടറിനെ കുറിച്ച് നമുക്ക് പോപ്പുലേഷൻ കുറയ്ക്കാൻ പറ്റും. അതായത് നമ്മൾ മഞ്ഞക്കെണി വെക്കുന്ന പോലെ ഇവിടെ സിൽവർ കെണി വെക്കുന്നു. അപ്പൊ വൈറസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൊണ്ട് നടാൻ പോകുന്ന പ്ലോട്ടിൽ എവിടെയെങ്കിലും നാടൻ പപ്പയ വൈറസ് പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് ഇതിലേക്ക് വരും. അത് ആദ്യം ഉറപ്പുവരുത്തണം. തൊട്ടടുത്ത പ്ലോട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ വേറെ വൈറസ് പിടിച്ച ചെടികൾ ഉണ്ടെങ്കിൽ അത് ആദ്യം നശിപ്പിച്ച് കളയാം. എന്നിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്യാം. പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഇത് വരാതിരിക്കാൻ. ഇനി ഇതിന് നിങ്ങൾക്ക് ജൈവമായിട്ട് ഒരു കെമിക്കൽ ഇറങ്ങിയിട്ടുണ്ട്, കർസൈറ്റ് എന്ന് പറഞ്ഞിട്ട്, ഈ സ്റ്റെയിൻസിന്റെ. അത് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്താലും ഒരു പരിധി വരെ ഈ ഇലപ്പേന് കൺട്രോള് നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചീപ്പായിട്ടുള്ള ഓപ്ഷൻ ഡൈമെത്തോയേറ്റ് ആണ്, റോഗർ. അപ്പൊ അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കൂമ്പിലും മറ്റും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇതിനെ പരത്തുന്ന പ്രാണികളെ ഒഴിവാക്കാം. ഏതെങ്കിലും ചെടികളിൽ കേട് കാണുകയാണെങ്കിൽ അത് കൈകൊണ്ട് നശിപ്പിച്ച് കളയാം. മറ്റുള്ള ചെടികളിലേക്ക് വരാതിരിക്കാനാണ് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ തുടക്കം തൊട്ടേ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ വലിയ ശല്യമില്ലാതെ നമുക്ക് ഇത് കൃഷി ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ വൈറസ് ഉള്ള ഒരു പ്ലോട്ടിൽ ഫുൾ വൈറസ് ആയിട്ട് നിൽക്കുന്ന ചെടികളാണ്. അത് മുഴുവൻ പിഴുത് കളഞ്ഞ ഉടനെ വേറെ പപ്പയ അവിടെ നട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വൈറസ് വന്നിരിക്കും. അതിന് യാതൊരു സംശയമില്ല. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. വൈറസ് കണ്ടമാനം രൂക്ഷമായ സ്ഥലത്ത് എന്റെ അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ 1 കൊല്ലത്തോളം നമ്മൾ പപ്പയ പിന്നെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും കൃഷി ചെയ്യാം. ഇതാണ് റിംഗ് സ്പോട്ട് വൈറസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് എല്ലാവരും കണ്ടു കാണും. പപ്പയ കണ്ടിട്ടുള്ളവർ എല്ലാവരും കണ്ടു കാണും. അത്രയ്ക്ക് കോമൺ ആണ്. ഇതിന്റെ കായകളിൽ വരുന്ന ലക്ഷണമാണ് ചുവട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഇത് തുടക്കത്തിൽ വരുന്ന ലക്ഷണമാണ് മുകളിലെ ഇലയിൽ കാണിച്ചിരിക്കുന്നത്. അടിയിൽ കാണിച്ചിരിക്കുന്നത് അതിന്റെ അവസാന സ്റ്റേജ് ആണ്. അതേമാതിരി ഇല മുഴുവൻ പിരിഞ്ഞ് തിരിഞ്ഞ് കായകളിലും ഇത് വന്ന് കംപ്ലീറ്റ് ചെടി നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. ഇനി ഇതിന് ഇപ്പൊ പല വിധത്തിലുള്ള അതായത് ഇതിനെതിരെ പ്രതിരോധ ശക്തിയുള്ള ഇനങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇതിനു വേണ്ടിയിട്ട് ഇപ്പൊ പല വിധത്തിലുള്ള കൃഷി രീതികളും അവലംബിക്കുന്നുണ്ട്. ഇപ്പൊ പുറം രാജ്യങ്ങളിലൊക്കെ വളരെ വ്യാപകമായിട്ടുണ്ട്. ഇത് നെറ്റ് ഹൗസ് വെച്ചിട്ടുള്ള കൃഷിയാണ്. അതായത് ഒരു നെറ്റ് ഹൗസിനകത്ത് പപ്പയ നട്ടിരിക്കുക. അപ്പൊ നെറ്റ് ഹൗസിൽ നമുക്കറിയാം അതിൽ കൂടെ എഫിഡിന് കടക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനെ പരത്തുന്ന വൈറസിനെ പരത്തുന്ന പ്രാണികൾ വരില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഉള്ളിലുള്ള ചെടികൾക്കൊന്നും ഈ വൈറസ് രോഗം വരില്ല. അപ്പൊ ഇതാണ് ഈ ഇത് ചെയ്യുന്നത്. പക്ഷെ ചില സമയത്ത് ഇതിനകത്ത് ചെയ്യുമ്പോൾ നമുക്ക് പരാഗണം നമ്മൾ നടത്തി കൊടുക്കേണ്ടി വരും, സെറ്റിംഗ് കുറവാണെങ്കിൽ. കാരണം വലിയ പ്രശ്നം വരാറില്ല. കാരണം പരാഗണം നടക്കുന്നത് പപ്പയയില് കാറ്റിലൂടെയാണ്. കാറ്റുണ്ടെങ്കിൽ പരാഗണം നടക്കും. അല്ലെങ്കിൽ ഈ ചേളിലൂടെ പരാഗണം നടത്താറുണ്ട്. പക്ഷെ കാറ്റില്ലാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ ഫ്രൂട്ട് സെറ്റ് കുറവാണെങ്കിൽ നമ്മൾ പരാഗണം നടത്തി കൊടുക്കേണ്ടി വരും. അപ്പോൾ ആൺ പെണ്ണ് കൂടിയിട്ടുള്ള പൂക്കളുണ്ടാവുന്ന ചെടികളിൽ നിന്ന് പൂമ്പൊടി എടുത്ത് പെൺപൂ മാത്രമുള്ള ചെടികളിൽ പരാഗണം നടത്തി കൊടുക്കേണ്ടി വരും. പക്ഷെ അത് അപൂർവമായിട്ട് വരാറുള്ളൂ. കാരണം കാറ്റുണ്ടാവുമ്പോൾ പരാഗണം നടക്കാറുണ്ട്. ഇപ്പൊ ഫ്രൂട്ട് ഇതേപോലെ ഫീൽഡിൽ അല്ലെങ്കിൽ ചെറിയ നെറ്റ് കൊണ്ടുള്ള ഇത് വെച്ചിട്ടും നമുക്ക് ഇത് ചെയ്യാം. ഇതിപ്പോ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യകാലങ്ങളിൽ വൈറസിന്റെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കമ്പ് വെച്ച് നെറ്റ് വെച്ച് ഇട്ടിരിക്കുകയാണ് വലത്ത് വശത്ത് കാണുന്ന സ്ലൈഡ്. മറ്റേത് മൊത്തം കൃഷി ഒരു പോളിഹൗസ് വരെ നെറ്റ് ഹൗസ് ഉണ്ടാക്കി, നെറ്റ് ഹൗസ് മുകളിലും സൈഡിലും എല്ലാം നെറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറിനകത്ത് പപ്പയ കൃഷി ചെയ്തിരിക്കുക. ഇനി ഇതിന് ഇപ്പോ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ അവര് GM പപ്പയ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ GM കൃഷികൾ ക്രോപ്പുകൾ അനുവദിക്കാത്തതുകൊണ്ട് നമ്മുടെ അവിടെ ഇപ്പൊ ഇതിന് സാധ്യതയില്ല. പക്ഷെ അവര് ഇപ്പൊ ഇതിലൊരു ലേഡിയുടെ ഫോട്ടോ കൊടുത്തിരിക്കുന്ന കണ്ടില്ലേ? അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു പപ്പയ തീരെ കൃഷി ചെയ്യാൻ പറ്റാതെ അവര് GMലേക്ക് വന്നു. ഹവായി എന്ന് പറഞ്ഞാൽ ഏകദേശം ഹവായി ഐലൻഡ് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ മാറ്റത്ത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ
50%-ലധികം ഹവായി ഐലൻഡിലെ പപ്പയ കൃഷി മൊത്തത്തിൽ ഈ റിംഗ് സ്പോട്ട് വൈറസ് തുടച്ചു നീക്കി. അപ്പൊ അവര് GM വെറൈറ്റീസ് ഇറക്കി. ആ GM വെറൈറ്റീസിലൂടെ തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അതൊരു ന്യൂസ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതില് ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ GM ക്രോപ്സ് അനുവദിച്ചിട്ടില്ല ഇന്ത്യയിൽ. ഇനി വരുന്ന ഒരു പ്രശ്നമാണ് സ്റ്റെം ആൻഡ് റൂട്ട് റോട്ട്. അതായത് ഇത് സാധാരണഗതിയിൽ ചെറിയ തൈകളിലാണ് വരിക. അതായത് കടഭാഗം നേർത്തു വന്ന് തൈ മറിഞ്ഞു വീഴും. അപ്പൊ ഇത് പിന്നെ വലിയ ചെടികളിൽ അപൂർവമായിട്ട് വരാറുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നടുന്ന സമയത്ത് 1 കിലോ കുമ്മായവും 100 ഗ്രാം കോപ്പർ സൾഫേറ്റും കുഴികളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗം വരാതിരിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ കോപ്പർ സൾഫേറ്റ് ഒരു ഫംഗിസൈഡാണ്. അല്ലെങ്കിൽ ഈ ഭാഗം ക്ലീൻ ചെയ്ത് അവിടെ ബോർഡോ പേസ്റ്റ് വെച്ച് ട്രീറ്റ് ചെയ്ത് കൊടുക്കുക. സാധാരണഗതിയിൽ ഇത് അത്ര വലിയ ശല്യം ഇങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യാം. സ്റ്റെം ആൻഡ് റൂട്ട് റോട്ട് ഇത് ഫംഗൽ ഡിസീസ് ആണ്. പിന്നെ ആന്ത്രക്കനോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ സാധാരണ ഫ്രൂട്ട്സിൽ വരുന്നതാണ്. അതായത് വെയിലടിച്ച് പൊള്ളലേറ്റ കായകളിൽ ആ ഭാഗം കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ആ ഭാഗത്ത് ഈ കായ പഴുക്കണോട് കൂടിയിട്ട് ഈ ആന്ത്രക്കനോസിന്റെ ഫംഗസ് അവിടെ വന്ന് ആ കായ ചീച്ച് കളയുന്ന ഒരു അവസ്ഥയാണ്. ഇത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകും. നമ്മൾ പലപ്പോഴും ഇത് സ്ഥിരമായിട്ട് നമ്മുടെ അവിടെ ഉള്ളതാണ്. അപ്പൊ ഇതിനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നിങ്ങൾക്ക് പ്രശ്നമുള്ള സ്ഥലത്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കായകൾക്ക് കവർ ചെയ്ത് വെക്കാം. കായകള് വെയില് നേരിട്ടടിക്കാതെ വിധത്തിൽ പല വിധത്തിൽ നമുക്ക് ചെയ്യാം. അടുപ്പിച്ച് ചെടികൾ നട്ട് കഴിഞ്ഞാൽ വെയിൽ അടിക്കില്ല. ഒരു ജലസേചനം ഓവറായി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ അവിടെ ചിലപ്പോൾ മഴക്കാലത്ത് വരും. കാരണം വെച്ചാൽ ഓവർ ഇറിഗേഷൻ കൊണ്ട് വരുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇതിന് നമ്മുടെ ഡൈത്തേൻ വളരെ കോമൺ ആയിട്ടുള്ള കുമിൾനാശിനിയാണ്. അത് ഒരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ സ്ലൈഡ് കാണിച്ചു തരാം. നെക്സ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താ അസുഖം എന്നുള്ളത്. ഇതാണ് ഇത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചു കാണും. അപ്പൊ പഴം എന്തോ ചീഞ്ഞു പോകണമെന്നാണെന്ന് വിചാരിക്കുക. ഇതാണ് ആന്ത്രക്കനോസിന്റെ ലക്ഷണം. ഇത് കായ്കളിൽ മാത്രം വരിക. ആദ്യം ആ ഭാഗം ഒന്ന് ഒരു കട്ടി കുറഞ്ഞ പോലെ വരും. പിന്നീട് അവിടെ ഈ ഫംഗസ് മൾട്ടിപ്ലൈ വരുമ്പോഴാണ്. അപ്പൊ ഈ കായനി ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇത് മിക്കവാറും നിങ്ങൾ പഴുപ്പിക്കാൻ വെക്കുമ്പോഴാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് വരുന്നത്. പിന്നെ മൈറ്റ്, അതായത് മൺട്രി, അതായത് ഇലകൾ എല്ലാം നരപ്പ് രോഗം വരുന്നത്. അപ്പൊ ഇത് സാധാരണഗതിയിൽ വേനൽക്കാലത്ത് വരുന്ന ഇതാണ്. ഈ മൺട്രി കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇത് വൈറസ് ആണോ എന്ന് തെറ്റിദ്ധരിക്കും. അതായത് ഇല നരയ്ക്കുള്ളൂ. ഇല ട്വിസ്റ്റിയോ തിരിയോ പിരിയോ ഒന്നും ഉണ്ടാവില്ല. ഇല മൊത്തത്തിൽ നരയ്ക്കും. ഇല മൊത്തത്തിൽ മഞ്ഞ കളറായിട്ട് കംപ്ലീറ്റ് ചെടിയിലെ ഇലയും കേടുവന്ന് പോകുന്നതാണ്. അപ്പൊ ഇതിനെ നമുക്ക് സൾഫർ നമ്മുടെ ഗന്ധകം സൾഫർ ഡസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം, ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ സൾഫറിന്റെ ഏതെങ്കിലും കെമിക്കൽ വളരെ ചീപ്പാണ്, 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓബറോൺ എന്ന് പറയുന്ന മൈറ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള കീടനാശിനി ഉണ്ട്. അത് 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ മൈറ്റിനെ കണ്ടു. മൈറ്റ് ഒരിക്കലും മഴക്കാലത്ത് വരില്ല. ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഡിസംബർ ജാനുവരിയോട് കൂടിയിട്ടാണ് മൈറ്റ് ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നത്. വേനൽക്കാലത്താണ് രൂക്ഷമായിട്ട് വരുന്നത്. പിന്നെ നെമറ്റോഡ് സാധാരണഗതിയിൽ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വരുന്ന ഒരു പ്രശ്നമാണ്. അതായത് വേരിനെ ബാധിക്കുമ്പോൾ എന്താണ്ടാവുന്ന വെച്ചാൽ നമ്മൾ വളം കൊടുത്താലും ഈ ചെടി മഞ്ഞച്ച് വലുതാവാതെ ചെടി അവസാനം കേടുവന്ന് പോകുന്നു. അപ്പൊ അത് തെറ്റിദ്ധരിക്കരുത്. വെള്ളം കെട്ടിയിരുന്നാൽ ലക്ഷണം ഉണ്ടാവും. അപ്പൊ അത് എന്തുകൊണ്ടാണ് നെമറ്റോഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം ഇരിക്കുക. നെമറ്റോഡ് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ലത് നമുക്ക് വേപ്പമിണ്ണാക്കാണ്. നല്ല ക്വാളിറ്റി ഉള്ള വേപ്പമിണ്ണാക്ക് നമ്മൾ നടുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെമറ്റോഡ് വലിയ ശല്യമായിട്ട് പിന്നീട് വരാറില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ നമ്മൾ ചെണ്ടുമല്ലി കൃഷി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നെമറ്റോഡിന്റെ പോപ്പുലേഷൻ കണ്ടമാനം കുറയ്ക്കാൻ പറ്റും. പപ്പയിൽ നിന്ന് ധാരാളം പ്രോഡക്ട്സ് നമുക്ക് ഉണ്ട്. അതായത് പ്രോസസ്ഡ് പ്രോഡക്ട്സ്. ഇപ്പൊ മാർക്കറ്റിൽ ധാരാളം പ്രോഡക്ട്സ് വരുന്നുണ്ട്. ഇത് റൈപ്പ് പപ്പയെന്നും അതല്ലാതെ മെച്ചുവർ ആയിട്ടുള്ള പപ്പയെന്നും. അതായത് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ അത് പഴമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഇമ്മച്ചുവർ സ്റ്റേജിൽ നമ്മൾ മൂപ്പാവുന്നതിന് മുമ്പുള്ള സ്റ്റേജിൽ നമ്മൾ ഇത് തോരൻ വെക്കാനും കറി വെക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൂടാതെ പപ്പയിൽ നിന്നുള്ള അനേകം പ്രോഡക്ട്സ് ഉണ്ട്. കുറെ പ്രോഡക്ട്സിന്റെ പേരാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പപ്പയ ജാം വളരെ പോപ്പുലർ ആണ്. പപ്പയ ജെല്ലി, പിന്നെ ഹൽവ, ബർഫി, റൈത്ത, പിക്കിൾ,
സ്ക്വാഷ്, നെക്ടർ, ഇങ്ങനെ കുറെ പ്രോഡക്ട്സ് പപ്പയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. പേത്ത എന്ന് പറയുന്നത് പപ്പയ ഫ്രൂട്ട് മധുരം ചേർത്ത് ഉണക്കിയ സാധനമാണ്. നമ്മുടെ മറ്റേ കുമ്പളങ്ങയുടെ പേത്ത കിട്ടുന്ന അതേപോലെ തന്നെ പപ്പയുടെ പേത്ത ലഭ്യമാണ്. അപ്പോൾ പപ്പയിൽ നിന്ന് അനേകം പ്രോസസ് പ്രോഡക്ട്സിനും സാധ്യതയുള്ള ഒരു സാധനമാണ്. അപ്പോൾ സർപ്ലസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ വിപണനം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള പല പ്രോഡക്ട്സ് ആയിട്ട് മാറ്റാൻ സാധിക്കും. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പപ്പയെ കുറിച്ച് എനിക്ക് തോന്നുന്നത് ഞാൻ പപ്പയ കൃഷിയുടെ എല്ലാ വശങ്ങളും കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആയില്ലേ? കറക്റ്റ് 1 hour ആയില്ലേ? ഡോട്ട്സ് വല്ലതും വന്നല്ലോ? ഹലോ ഹലോ സർ, ചോദിച്ചു. ജിപ്സൺ ആണ് കാസർഗോഡ് നിന്ന്. ആ സർ, ഇത് ഉചിതമായ സ്ഥലം എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക? അത് മണ്ണ് പരിശോധന അങ്ങനെ എന്തെങ്കിലും നടത്തേണ്ടതുണ്ടോ? അതിനെ മണ്ണ് കുറിച്ച് ഒന്ന് പരിശോധന നടത്തേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അമ്ലത്വം 6 pH 6 to 6.5 ഉള്ളിൽ നിർത്താം. ഓക്കെ ഓക്കെ. അപ്പൊ അമ്ലത്വം കൂടുതലുള്ള മണ്ണാണെങ്കിൽ നമ്മൾ കുമ്മായിട്ട് ഇട്ട് കൊടുക്കണം. അതെ അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ. ഹലോ, പിന്നെ നമ്മള് ഇപ്പൊ ഈ വേനലിലെ ഇപ്പൊ സ്പ്രിങ് ഇതാകുമ്പോ ഫുൾ ടൈം മറ്റേ ട്രിപ്പർ വേണ്ടി വരുമോ, അതോ ഒരു തൈക്ക് ഇത്ര ലിറ്റർ വെള്ളം എന്നുള്ള ഒരു കണക്കുണ്ടോ? ഒരു തൈക്ക് ഒരു ഡെയിലി ഇറിഗേഷൻ ആണെങ്കിൽ ഒരു 3 മുതൽ 4 ലിറ്റർ വെള്ളം മതിയാവും. പൊതയിട്ടിട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ. പിന്നെ അതിൽ സാറ് പറഞ്ഞല്ലോ, അപ്പൊ നമ്മള് ട്രിപ്പർ ഇതൊക്കെ വെക്കുമ്പോ നമുക്ക് വെള്ളത്തിലൂടെ അതിന്റെ ഇത് കൊടുക്കാന്ന്. അപ്പോ വളങ്ങൾ കൊടുക്കാം, വെള്ളത്തിൽ കൂടെ കൊടുക്കാം. അത് ഏത് ഇംഗ്ലീഷ് വളം തന്നെ മിക്സ് ആക്കിയിട്ടാണോ അത് വേറെ? മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ വെള്ളത്തിൽ അലിയുന്ന വളങ്ങൾ ഉപയോഗിക്കണം മാത്രമേ ഉള്ളൂ. അതിന് അതെന്താണ്? അപ്പൊ അത് യൂറിയ നമുക്ക് വെള്ളത്തിൽ അലിയുന്നതാണ്. അങ്ങനെ. പിന്നെ നമ്മുടെ പൊട്ടാഷ്യം വെള്ളത്തിൽ അലിയുന്നതാണ്. പിന്നെ 19 എന്ന് പറഞ്ഞിട്ടുള്ള വളങ്ങൾ കിട്ടും. പല വളങ്ങളും കിട്ടാണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അനേകം വളങ്ങൾ കിട്ടാണ്ട് വാട്ടർ സോൾബിൾ ഫെർട്ടിലൈസർ. എന്റെ പേര് മുരളി. ആ സാറ് വൈറസ് രോഗം പരക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ സാറ് പറയണ്ടായി. അത് വരാതിരിക്കാൻ എന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കാൻ വല്ല സാധ്യതകളുണ്ടോ? വൈറസ് വരാതിരിക്കാനായിട്ട് ഇത് CD കൂടെ വരുന്ന വൈറസ് അല്ല. പുറത്ത് നമ്മൾ നടുമ്പോഴാണ് വൈറസ് വരുന്നത്. അപ്പൊ വൈറസിനെ പരത്തുന്ന പ്രാണീനെ നമ്മൾ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യാൻ പറയുന്നത്. അപ്പൊ അത് ഒന്നിലോ നിങ്ങൾക്ക് ഈ കർസൈറ്റ് എന്ന് പറയുന്ന കുറാക്സ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട്. കെമിക്കൽ അല്ല, അത് ജൈവമാണ്. ആ കെമിക്കല് അത് വേണമെങ്കിൽ മേടിച്ച് സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ റോഗർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതായത് ഈ പ്രാണി എപ്പോഴാണ് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ പ്രാണി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതിന് വഴികൾ. അല്ലെങ്കിൽ പിന്നെ ഏറ്റവും എളുപ്പമുള്ള മാർഗം നെറ്റ് ഹൗസിൽ കൃഷി ചെയ്യുക എന്നുള്ളതാണ്. വൈറസ് പ്രത്യേകിച്ച് കൂടുതലായിട്ട് കാണുന്ന സ്ഥലം. അതിന്റെ അറ്റാക്കിന്റെ സിംറ്റം എന്ന് പറയാൻ പറ്റുമോ? ഞാൻ സ്ലൈഡ് കാണിച്ചല്ലോ. ഇല ആദ്യം മഞ്ഞ പുള്ളികളായിട്ട് വന്നിട്ട് പിന്നെ ഇല മുഴുവൻ തിരിഞ്ഞ്, ഇത് കാണാത്തവരാരും ഉണ്ടാവില്ല. പപ്പയ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കാണും. അത്രയും കോമൺ ആണ് ഈ വൈറസ്. അത് തന്നെ അല്ലേന്ന് കൺഫേം ചെയ്യാനായിരുന്നു. ഓക്കെ, താങ്ക് യു. എന്റെ പേര് സെബി തോമസ്. എനിക്ക് 1-2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഇപ്പോ ഇത് നട്ടിട്ട് 45 ദിവസമായിട്ടുണ്ട്. അപ്പൊ അതിൽ ചില ചെടികളിൽ ഇല ചുരുണ്ട്, അതിന്റെ ഇലയുടെ തണ്ടില് ഒരു ചാതി പ്രാണി വന്നിട്ട് അത് ഇല ചുരുണ്ട് പോയിരുന്നു. ഞാൻ ആദ്യം വന്നിട്ട് ടാറ്റ സിപ്പ് അടിച്ചു, എപ്പോഴും പോയില്ല. എന്നിട്ട് ഇല പിന്നെ പറഞ്ഞു അത് ഇല നശിപ്പിച്ച് കളയണമെന്ന്. ആ ഇല ഈ മുരടിച്ച ഇലകള് പറിച്ച് നശിപ്പിച്ചു കഴിഞ്ഞപ്പോ അതിന് ഒരു പ്രതിവിധിയായി ഉണ്ടായിരുന്നു. അപ്പോ ഈ ടാറ്റ സിപ്പ് അല്ലാതെ വേറെ എന്തെങ്കിലും കെമിക്കൽ എന്തെങ്കിലും അതിന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടത്? ഞാൻ പറയുന്നതെന്ന് വെച്ചാല് ഈ റോഗറൊക്കെ അടിച്ചാൽ മതി. ഞാനിത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ റോഗർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വില കുറഞ്ഞൊരു കെമിക്കലാണ്. ഓക്കെ. മറ്റേതൊക്കെ ഭയങ്കര വില കൂടുതലാണ്. മനസ്സിലായോ? റോഗറിന് ഒരു ഡ്രോബാക്ക് ഉള്ളത്, അതിനെ കുറച്ച് സ്മെല്ലുണ്ട്, ഭയങ്കര. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. പിന്നെ ഈ ചെടി നടുന്നത് ചരിച്ച് നടുന്നതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം? ചരിച്ച് ചിലയിടത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്.
അത് നമ്മുടെ അവിടെ ഇപ്പൊ അതിന്റെ അത്രയ്ക്ക് അത്യാവശ്യം അത് വലിയ പ്ലാന്റേഷൻ നടുമ്പോഴൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ഈ വിൻഡ് നോക്കിയിട്ടൊക്കെയാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ സാറ് ഈ മനുവറിൽ ഈ അപ്പൊ വളങ്ങളിൽ പിന്നെ ഹൈറ്റ് കൂടുതൽ പോകാതിരിക്കാൻ ഓക്കെ, ഈ വളങ്ങൾ പറഞ്ഞതില് ഹൈറ്റ് കൂടുതൽ രാജ്പോസ് എന്ന് വരാതിരിക്കാൻ. പറഞ്ഞത് ഫാക്ടംബോസും സെയിം തന്നെയാണോ? അല്ല, രാജ്ബോസ് എന്ന് പറഞ്ഞാൽ അതിൽ ഫോസ്ഫറസ് മാത്രമേ ഉള്ളൂ. വളരെ വില കുറഞ്ഞ വളമാണ്. ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നതെല്ലാം ഏറ്റവും നിങ്ങൾക്ക് ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ഇപ്പൊ നിങ്ങൾക്കിപ്പോ യൂറിയ, രാജ്ബോസ്, പൊട്ടാഷിന് പകരം ഫാക്ടംബോസും പൊട്ടാഷും മാത്രമായിട്ട് കൊടുക്കാം. ഫാക്ടംബോസിൽ നൈട്രജനും ഫോസ്ഫറസും ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ചെലവ് കുറച്ച് കൂടുന്നു മാത്രം. പിന്നെ ഒരു കാര്യം കൂടി, ഈ വിത്ത് നല്ല ഇനം വിത്തുകൾ എന്ന് സാറ് പറഞ്ഞു, ഏതെങ്കിലും സ്പെസിഫിക് ബ്രാൻഡ് പറയാൻ പറ്റുമോ? അതിലെ ഇപ്പൊ നോയുവിന്റെ പറഞ്ഞില്ലേ, റെഡ് ലേഡി. നോയു. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. ഇതില് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയണ റെഡ് ലേഡി എല്ലാവർക്കും അറിയാം. പക്ഷെ ഒറിജിനൽ റെഡ് ലേഡി തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളത് ഉറപ്പുവരുത്തണമെന്ന് ഞാൻ പറഞ്ഞോളൂ. കാരണം ഒറിജിനൽ റെഡ് ലേഡിയുടെ ഒരു സീഡിന് തന്നെ 7 രൂപ വിലയുണ്ട്. അപ്പൊ അത് പലർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു പപ്പായ വിത്തിന് 7 രൂപയോ നീ ചോദിക്കും. താങ്ക് യു സർ. പിന്നെ സാർ, നമ്മുടെ വീട്ടിലുണ്ടാവും പപ്പായെന്ന് കുരു എടുത്ത് നമ്മൾ പ്രജനനം ചെയ്താൽ അതിന്റെ ക്വാളിറ്റി കുറയും എന്ന് പറയുന്നത് എത്ര കണ്ട് ശരിയുണ്ട് അതില്? അത് ഹൈബ്രിഡ് ഇനങ്ങളാണെങ്കിൽ കുറയും. ഹൈബ്രിഡ് അല്ലാത്ത റെഡ് ലേഡി ആണെങ്കിൽ കുറയും. ബാക്കി ഇപ്പൊ നേരത്തെ കാണിച്ച വെറൈറ്റികളില്ലേ, നേരത്തെ ഞാൻ കാണിച്ച വെറൈറ്റികളില്ലേ, അതില് കുറയാൻ സാധ്യത കുറവാണ്. അതേ ക്വാളിറ്റിന് കിട്ടും. അപ്പൊ റിലയബിൾ ബ്രാൻഡ് അല്ലാന്നുണ്ടെങ്കിൽ അവരും ഒരു പക്ഷേ ഈ പപ്പായയുടെ കുരു എടുത്ത് വേണമെങ്കിൽ കുരു എന്നാണ് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാവാം, മേ ബി. അതെ. ഇപ്പൊ ഞാൻ പറയട്ടെ, 7 രൂപ ഒരു പപ്പായ സീഡിന് വില വരുമ്പോ ഒരു ഓർഡിനറി പപ്പായയുടെ സീഡ് എടുത്തിട്ട് നിങ്ങൾക്ക് 3 രൂപയ്ക്ക് തന്നാലും ഭയങ്കര ലാഭമല്ലേ? അതെ, ഓർഡിനറി പപ്പായുടെ അല്ല, റെഡ് ലേഡി തന്നെ സീഡ് എടുത്തിട്ട് ഫസ്റ്റ് ക്വാളിറ്റി എന്നാണ് മാർക്കറ്റ് ചെയ്താലും അത് നമുക്ക് ഫുൾ ക്വാളിറ്റി കിട്ടില്ലല്ലോ. അല്ല, അത് അതായത് അല്ലെങ്കിലും സീഡ് കണ്ടിട്ട് നമുക്കൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. യെസ്. അല്ല, ഈ ലോക്കൽ നഴ്സറികളിലൊക്കെ മിക്കവാറും ചെയ്യുന്നുണ്ടാവാൻ സാധ്യത അതായിരിക്കും. ഈ അവനാന്റെ വീട്ടിലുണ്ടാവുന്ന അവനാന്റെ പ്ലാന്റിൽ ഉണ്ടാവുന്ന പപ്പായയുടെ കുരു എടുത്ത് മാർക്കറ്റ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ അതിന്റെ എന്താ വെച്ചാൽ സീഡ് കണ്ടിട്ട് നിങ്ങൾക്ക് വെറൈറ്റി ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല, ഒരാൾക്കും പറ്റില്ല. അപ്പൊ ആ നഴ്സറിയുടെ വിശ്വാസ്യതയാണ്. ഇപ്പൊ ഇവിടെ ബയ്യൻ ഫാമിൽ നമ്മളിപ്പോ നോയു സീഡായിട്ട് ടൈപ്പ് ഉണ്ട്. അവരുടെ ഒരു ഓതറൈസ്ഡ് നഴ്സറിമാരി വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ 2-3 കൊല്ലത്തെ പപ്പയ റെഡ് ലേഡിയുടെ ബിസിനസ് കണ്ടിട്ട് അവരൊരു അസോസിയേഷൻ വന്നിരിക്കുകയാണ്. ഹലോ പറയൂ. ഹലോ സാർ. കേക്കാം, പറഞ്ഞോളൂ. പിന്നെ ഇത് തെങ്ങിന് ഇടവിളയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ നമുക്ക് കൃഷി? ഏത് പപ്പയോ? അതെ, ഏർലി സ്റ്റേജിൽ ചെയ്യാം. തെങ്ങ് തുടക്കത്തിൽ. വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ തെങ്ങിന്ന് പട്ടയൊക്കെ വീണ് കഴിഞ്ഞാൽ പോകും. പട്ട വീണ് ഇത് മാത്രമേ ഉള്ളൂ, അതോ നമുക്ക് ഇതിന്റെ പിന്നെ ഷെയ്ഡ് തെങ്ങ് കറക്റ്റ് 25 അടി അകലത്തിലാണ് നട്ടിരിക്കുന്നത് വെച്ചാൽ വേറെ ഒന്നും ഇടയിൽ നട്ടിട്ടില്ല. ഇപ്പൊ തെങ്ങ് നട്ടിട്ടുണ്ട്, അതിന്റെ ഇടയിൽ ജാതി നട്ടിട്ടുണ്ട്, അതിന്റെ ഇടയിൽ കൊക്കോ ഉണ്ട്, അല്ലെങ്കിൽ കവുങ്ങുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ പിന്നെ പപ്പയ്ക്ക് സാധ്യതയില്ല. തെങ്ങ് മാത്രം 25 അടി അകലത്തിലാണ് നട്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ നടാം. 1-2 വരി 25 കൂടുതൽ ഉണ്ട്. അപ്പൊ പിന്നെ നടാം. പപ്പയുടെ മുകളിലേക്ക് ഇതിന്റെ ഇത് വീഴാതെ നോക്കിയാൽ മതി. തെങ്ങ് കയറുമ്പോഴും തെങ്ങിന്റെ പട്ട വീഴാതെ നോക്കിയാൽ മതി. എന്താ വെച്ചാൽ ഒരു പട്ട വീണാൽ മതി, പപ്പയുടെ പണി കഴിയും ചിലപ്പോ. ഇതിപ്പോ നമ്മളൊരു മാർക്കറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തില് ഇതൊക്കെ എത്ര വിപണന സാധ്യതയുണ്ടോ? ഇപ്പൊ കൃഷി ചെയ്യുന്ന ആളുകള് ഞാൻ അറിയുന്നിടത്തോളം 20 രൂപ 25 രൂപ വെച്ച് അവർക്ക് കിലോന് കിട്ടുന്നുണ്ട്. മാർക്കറ്റ് റേറ്റ് എനിക്ക് തോന്നുന്നത് 40-40 മുകളിലാണെന്ന് തോന്നുന്നു. അല്ല, വാങ്ങാൻ പോകുമ്പോ 40 രൂപയ്ക്ക് ഉണ്ട്. അവർക്ക് 20 രൂപ 25 രൂപ 20 രൂപ 25 രൂപ കർഷകന് കിട്ടുന്നുണ്ട്. ഇതില് ഈ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്നതിനെക്കാട്ടിലധികം ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം വൈറസാണ്. പിന്നെ പറഞ്ഞില്ലേ, വെള്ളക്കെട്ട് തീരെ പറ്റില്ല. വെള്ളക്കെട്ടുള്ള പ്രദേശം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇഷ്യൂ ആണ്. ഇതിപ്പോ ഇതിലുണ്ടായതിന് വീണ്ടും നമ്മൾ ഈ പപ്പായ വാങ്ങുന്നുണ്ടല്ലോ, അതിന്റെ വിത്ത് വീണ്ടും ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അതില് കായ്കൾ ഉണ്ടാവില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഇല്ലല്ലോ. ഈ ക്വാളിറ്റി കിട്ടില്ല എന്നേ പറഞ്ഞു.
അത്രേ ഉള്ളൂ അല്ലേ? കായ ഉണ്ടാവും, ഉണ്ടാവായിരിക്കും. ഈ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നതിന് നമ്മൾ മരുന്നടിക്കാന്ന് പറഞ്ഞു. അതിന്റെ ഒരു ഡ്യൂറേഷൻ, ഈ വൈറസ് വരുന്നതിന് മുമ്പ് അടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതിന്റെ ഒരു സമയം വരുന്നതിന് മുമ്പ് അടിക്കണം. ഒരു 20 ദിവസം കൂടുമ്പോ അടിക്കണം. ഫസ്റ്റ് ഡോസിന് എത്ര പ്രായമാകുമ്പോൾ അടിക്കാൻ പറ്റും? നട്ട ഉടനെ ആ പ്ലോട്ടില് ഞാൻ ഒരെണ്ണം കാണിച്ചില്ലേ, ചെറിയ നെറ്റ് വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ആ. അതേമാതിരി ഒരെണ്ണം വെച്ചു കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് അതിന് മുകളിലോട്ട് ചെടി ഒരു വലിപ്പമാകുമ്പോ തൊട്ട് അടിച്ചു കൊടുക്കുക, ഒരു 2 അടി പൊക്കൊക്കെ ആവും. സർ, വേറൊരു കാര്യം, ഇടവിളയായിട്ട് വാട്ടർമെലൻ ചെയ്യുന്ന കേട്ടില്ല. ഇടവിളയായിട്ട് വാട്ടർമെലൻ, തണ്ണിമത്തൻ ചെടികൾ നടുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം? കുഴപ്പമില്ല, നല്ല വെയിലുള്ള സ്ഥലമാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, താങ്ക് യു. സർ, ഇപ്പൊ ഒരു ജിപ്സനാണ്, ഒരു 2000-ന് മേലെ ഒരു ചെടികൾ നട്ടിട്ട് നമുക്കൊരു മാസ് പ്രൊഡക്ഷൻ ആക്കണം എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പൊ എക്സ്പോർട്ടിങ്ങുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ഐഡിയാസോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? എക്സ്പോർട്ടേഴ്സ് ആയിട്ട് ബന്ധപ്പെടേണ്ടി വരും. എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇത് ഡിമാൻഡ് ഉണ്ട് ഇത് ഗൾഫ് കൺട്രീസിലൊക്കെ. നമുക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും നമ്പറോ കാര്യങ്ങളോ? എന്റെ കയ്യിലില്ല നമ്പർ. പെട്ടെന്ന് തിരിച്ചറിയാൻ എന്താ വഴി സാറേ? ആൺപൂവും പെൺപൂവും പെട്ടെന്ന് തിരിച്ചറിയാനുള്ള സംവിധാനം എങ്ങനെയാ അറിയാം? പൂക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ, പൂക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതാണല്ലോ ഈ റെഡ് ലേഡിക്കൊക്കെ ഉള്ള ഡിമാൻഡ്, അതാണല്ലോ. അതില് ആൺപൂവ് ഇല്ല, ഒരിക്കലും വരില്ല. അതില് 2 ടൈപ്പ് പൂക്കളാണ് വരുന്നത്. ഒന്ന് പെൺപൂവ് മാത്രമുള്ള ചെടി, ഒന്ന് ആൺപൂവും പെൺപൂവും കൂടിയിട്ടുള്ള ചെടി. അപ്പൊ അതുകൊണ്ടാണ് ഈ റെഡ് ലേഡിയിൽ 2 ടൈപ്പ് കായ ഉണ്ടാവണം. ഞാനത് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പല ആൾക്കാരും നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, നിങ്ങൾ ഇത് ഹൈബ്രിഡ് ആണ്, ഇത്രയും വില കൂടിയ വിത്ത് തയ്യൊക്കെ കൊണ്ട് നട്ടിട്ട് ഇതിൽ ചില കായ ഉരുണ്ടിട്ട് ചില കായ നീണ്ടിട്ട് ഇരിക്കുന്നു, അതെന്തുകൊണ്ടെന്ന് ചോദിക്കും. അപ്പൊ അതിനുള്ള ആൻസർ ആദ്യം തന്നെ പറഞ്ഞു മാത്രമേ ചോദിക്കാതിരിക്കാൻ വേണ്ടി. പെൺപൂവ് മാത്രം ഉണ്ടാവുന്ന ചെടികളിൽ ഉരുണ്ട കായായിരിക്കും, ഓവൽ ഷേപ്പില്. ആൺപൂവും പെൺപൂവും കൂടിയിട്ടുള്ള പൂവാണ് ഉണ്ടാവണമെന്ന് വെച്ചാൽ അതിൽ ഇത്തിരി നീണ്ട കായായിരിക്കും. അപ്പൊ റെഡ് ലേഡി കൃഷി ചെയ്താൽ ഈ 2 ടൈപ്പ് ഫ്രൂട്ടും കിട്ടും. 2 ടൈപ്പ് ചെടികളും ഉണ്ടാവും, 2 ടൈപ്പ് ഫ്രൂട്ടും ഉണ്ടാവും. ഫ്രൂട്ടിന്റെ ടേസ്റ്റും ക്വാളിറ്റിയും ഒക്കെ സെയിം ആണ്. സാർ, ഇത് റെഡ് ലേഡിയില് F1 അതുപോലെ തന്നെ 786 എന്നൊക്കെ കാണാറുണ്ട്. അതെന്തൊക്കെ സാർ? അതിന്റെ ശരിക്കും പേര് F1 786 എന്നാണ് അതിന്റെ ശരിക്കുള്ള പേര്. ഓക്കെ സാർ, ഓക്കെ. യെല്ലോ ഇറക്കിയിട്ടുണ്ട്. അത് അത്ര പോപ്പുലർ ആയിട്ടില്ല. ഗോൾഡൻ ലേഡി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ യെല്ലോ കളറിൽ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോ പോപ്പുലർ ആയിട്ടില്ല അത്രയും. സാറ് മറ്റേ ഇതായിട്ടുള്ള അതിന്റെ പഴത്തിന്റെ വേറൊന്നും പറയണം എന്ന് പറഞ്ഞില്ല? എന്താ അതിന്റെ ടേസ്റ്റ്? എന്താ ഫസ്റ്റ് ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ 2 തരം. ഇപ്പോ മറ്റേ പെണ്ണിന്റെ മറ്റേ ഉരുണ്ടതും മറ്റേ നീളത്തിലുള്ള ഇത് പറഞ്ഞില്ല, പഴത്തിന്റെ എന്തോ പറയാ പറഞ്ഞിരുന്നു. ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസമോ കാര്യങ്ങൾ അങ്ങനെ? ടേസ്റ്റ് ഒന്നും വ്യത്യാസമില്ല, ഷേപ്പിലുള്ള വ്യത്യാസം വരുള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ വൈറസ് പരത്തുന്ന പാനിനെ ഡിഫെൻഡ് ചെയ്യുന്ന കാര്യം സാറ് പറയണ്ടായി. അത് ഈ നമ്മളെ ജൈവ രീതിയിൽ വേപ്പെണ്ണ എമൽഷൻ അപ്ലൈ ചെയ്താൽ അതിന് എന്തെങ്കിലും എഫക്ട് ഉണ്ടാവോ? കൺട്രോൾ കിട്ടിയിട്ടില്ല. അതിനും റോഗറിനല്ലേ സാർ നേരത്തെ പറഞ്ഞു? റോഗർ അടിക്കുക, അല്ലെങ്കിൽ കുറാക്സ് എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട്, അത് ജൈവമാണ്, സ്റ്റെയിൻസിന്റെ. അത് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാനാണ് അവർ പറയാം. ജൈവ പ്രോഡക്റ്റ് ആണ്. എന്താ പേര് പറഞ്ഞ? ബുറാക്സാ? CURAX. കുറാക്സ്. ഓക്കെ, കുറാക്സ്. പിന്നെ പലരും അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിനൊന്നും ഒരു 100% കൺട്രോൾ കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ലോകമെമ്പാടും ഈ വൈറസിനെതിരെ ഇതേവരെ പ്രതിരോധ ശക്തിയുള്ള ഒരേനം ലഭിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു ഇനം വന്നു കഴിഞ്ഞാൽ അന്ന് ഈ റെഡ് ലേഡി സകലതും ഭൂമിടുന്നത് ആ ഇനം മാത്രമായിരിക്കും ഇവിടെ കൃഷി ചെയ്യുന്നത്. പ്രോബ്ലമാണ് ഈ വൈറസിന്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഹവായിൽ അവര് GM ക്രോപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുക, അമേരിക്കയിൽ അവര് GM പപ്പയാണ് ചെയ്യുന്നത്.
ഇതിനെതിരായിട്ട്. അപ്പൊ അതിൽ തമ്മിൽ ഭേദം റോഗർ തന്നെയാണ് അല്ലേ? റോഗർ ചീപ്പാണ്, അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. സാർ ഇത് സീഡിന് അപ്രോക്സിമേറ്റ്ലി 7 രൂപ പറഞ്ഞല്ലോ. നമുക്ക് പാക്കറ്റ് എങ്ങനെയാണ് സാർ വരുന്നത്? 1 ഗ്രാം 10 10 ഗ്രാം ഗ്രാമിന്റെ വരുമല്ലോ. 10 ഗ്രാമിന്റെ എത്രയാ സാർ റേറ്റ് അതിന്റെ പറയാൻ പറ്റുമോ? അത് എങ്ങനെയാ വരുന്നത്? ഏകദേശം 4500 രൂപ വരും. 4500 രൂപ. അപ്പൊ മിനിമം എത്ര 10 ഗ്രാം എടുക്കണം, അല്ലെ 1 ഗ്രാമിന്റെ കിട്ടുമോ നമുക്ക്? 10 ഗ്രാം അല്ലേ? 10 ഗ്രാം. ഇത് അങ്ങനെ പൊട്ടിച്ച് വിൽക്കാറില്ല. കാരണം എന്താ വെച്ചാൽ പൊട്ടിച്ച് വിറ്റാൽ അത് അതിന് ഇതുകൾ വരും, അതിന്റെ ഐഡന്റിറ്റി ക്വസ്റ്റ്യൻ ചെയ്യും ആൾക്കാർ. ഓക്കെ സാർ, അപ്പൊ മിനിമം 10 ഗ്രാം എടുക്കേണ്ടി ഒരു വരും. ലോക്കൽ സാധനം ഒരു ഗ്രാം എടുത്തിട്ട് നിങ്ങൾക്ക് റെഡ് ലേഡി എന്ന് പറഞ്ഞ് തന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഒറിജിനൽ പാക്കില് നോ യൂസ് സീഡിന്റെ 10 ഗ്രാമിന്റെ നിങ്ങൾ ചെറിയ തോതിൽ ചെയ്യുന്ന ആൾക്കാരെ എപ്പോഴും സീഡ്ലിംഗ് മേടിച്ച് നടുക നല്ലത്. നിങ്ങൾ മുളപ്പിച്ച് കഴിഞ്ഞാൽ ഇത്രയൊന്നും തൈ കിട്ടില്ല. നിങ്ങൾക്ക് ഒരു 10 ഗ്രാം മുളപ്പിച്ച 300 സീഡ്ലിംഗ് പോലും കിട്ടില്ല. അതല്ലേ? ഓക്കെ സാർ, ഓക്കെ. എപ്പോഴും അപ്പൊ അതിന്റെ ആ ലാഭം നിങ്ങളുടെ പോയില്ലേ, തൈ മേടിക്കുന്നതിനുള്ള ലാഭമായില്ലേ, അവിടെ പോയി. അപ്പൊ അതുകൊണ്ട് ചെറിയ തോതിലൊക്കെ ചെയ്യുന്നവര് സ്വന്തമായി സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഇതിനായിട്ട് വേണ്ടി തൈ ഉണ്ടാക്കാനായിട്ട് പോളിഹൗസ് ഒന്നും പണിയാൻ പറ്റില്ല. അപ്പൊ തൈ ഉണ്ടാക്കുന്ന വാണിജ്യാടിസ്ഥാനത്തിൽ തൈ ഉണ്ടാക്കുന്നവരുടെ അടുത്തുനിന്ന് തൈ മേടിക്കുന്നതാണ് ഏറ്റവും ലാഭം നമുക്ക്. ഓക്കെ സാർ. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന തൈ വൈറസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങളുടെ പ്ലോട്ടിൽ കൊണ്ടുവച്ചിട്ടേ വൈറസ് വരും. ഓക്കെ ഓക്കെ. സാർ ഇത് ഡെലിവറി അവൈലബിൾ ആണോ? കൊടുക്കാം. കൊറിയർ അല്ലേ? ചെയ്യാം അല്ലേ? കൊറിയറിലെ ഓക്കെ ഓക്കെ. സാർ ഞാനൊരു പോളിഹൗസ് കർഷകനാണ്. നമുക്ക് പോളിഹൗസിൽ ഇത് വ്യവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ട്. അത് എത്രത്തോളം ഒരു വിജയകരമാണ്? ഇതില് പോളിഹൗസ് വേണമെന്നില്ല നമുക്ക്. കാരണം എന്താ വെച്ചാൽ പോളിഹൗസിൽ ചൂട് എങ്ങനെയുണ്ട്? ചൂട് അധികമുള്ള പോളിഹൗസ് ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ പോളിഹൗസ് ആകുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പൂപ്പലിന്റെ പ്രശ്നം വരും. എല്ലാ കൊല്ലവും അതിന്റെ മുകളിൽ കഴുകണം. പൂപ്പല് വലിയ പ്രശ്നം. ഇതിന് മുകളിൽ നെറ്റ് മതി. സൈഡിൽ നെറ്റ് അല്ലേ പോളിഹൗസിന്റെ, അതേപോലെ മുകളിലും നെറ്റ് മതി. മഴ പെയ്തോണ്ട് കുഴപ്പമില്ല നമുക്ക്. ആർക്കും വേറെ ഡൗട്ട്സ് ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ക്ലാസ്. ചാറ്റ് ബോക്സിൽ നമ്പർ ഇട്ടുണ്ട്. ഓക്കെ.